അതേ ഭാര്യയെ, എനിക്കുണ്ടല്ലോ, എനിക്കിപ്പോൾ ഭർത്താവാകാൻ തോന്നുന്നുണ്ട്. അവളുടെ കാതിലേക്ക് മുഖം ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞതും അവൻ്റെ ചുടുശ്വാസമേറ്റ് അവളൊന്ന് കുളിർന്നു വിറച്ചു. കരഞ്ഞു വീർത്ത അവളുടെ മുഖം ഒരൊറ്റ നിമിഷം കൊണ്ട് നാണം കൊണ്ട് ചുവന്നു തുടുത്തു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം അമർത്തി വെക്കുമ്പോൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവനൊന്ന് ചിരിച്ചു കളഞ്ഞു. അവളെ മയക്കുന്ന അതേ ചിരി. അത്രമേൽ ചൂടുള്ള ഒരു തീക്കാറ്റ് വീശിയതുപോലെ, ചൂടുള്ള എന്തോ ഒന്ന് മേലേക്ക് വന്നു പതിച്ചതുപോലെ നന്ദൻ ഞെട്ടി ഉണർന്നു. നോക്കിയപ്പോൾ തൻ്റെ നെഞ്ചോട് ചേർന്ന് ഒരു പെണ്ണ് ഒട്ടിക്കിടക്കുന്നുണ്ട്. അവളിൽ നിന്നാണ് ഈ ചൂട് വരുന്നത്. അവൻ വേഗം ദേവയുടെ നെറ്റിയിൽ കൈവച്ചു നോക്കി. തീക്കനലിൽ തൊട്ടതുപോലെ അവൻ കൈ പുറകോട്ട് വലിച്ചുപോയി. അത്രമേൽ ചൂട്. ദേവാ, ദേവാ, കണ്ണു തുറന്നേ, എഴുന്നേറ്റേ, അവൻ വിളിച്ചു. അവൾ കണ്ണു തുറക്കുന്നില്ല. ചെറിയൊരു ഞരക്കം മാത്രമേയുള്ളൂ. അവൻ വേഗം ഫോൺ എടുത്തു നോക്കി. സമയം പുലർച്ചെ 3 മണിയായിട്ടേയുള്ളൂ. ദേവാ, പ്ലീസ് ഒന്ന് കണ്ണു തുറന്നേ, എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ, അവൻ അവളെ തട്ടി വിളിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. അപ്പോഴും അവളൊന്ന് ഞരങ്ങുന്നതേയുള്ളൂ. നന്ദന് വല്ലാത്ത വെപ്രാളം തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല. ഫോണും പേഴ്സും എടുത്ത് ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ടു. കാറിൻ്റെ കീയും എടുത്ത് അവളെയും വാരിയെടുത്തുകൊണ്ട് താഴേക്ക് നടന്നു. ആരെയും വിളിച്ചുണർത്താൻ തോന്നിയില്ല. അതിനുള്ള നേരവും ഉണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. ബോധമില്ലാതെ തൻ്റെ കൈക്കുള്ളിൽ കിടക്കുന്നവളെ കണ്ട് അവന് വല്ലാത്ത വെപ്രാളം തോന്നി. അവൻ്റെ നെഞ്ച് പിടഞ്ഞു. ഇന്നലെ രാത്രി അവൾ പറഞ്ഞതെല്ലാം അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. താൻ അറിയാതെ തന്നെ സ്നേഹിച്ച് തനിക്കു വേണ്ടി മാത്രം ജീവിച്ചവൾ. എന്നെയും ഇതുപോലെയൊന്ന് സ്നേഹിക്കാമോ നന്ദേട്ടാ എന്ന് ചോദിച്ച് തൻ്റെ നെഞ്ചോട് ചേർന്നു കിടന്ന് കരഞ്ഞവൾ. അവൻ അവളെ തൻ്റെ നെഞ്ചോട് ഒന്നുകൂടി ചേർത്തു പിടിച്ചു. ഉമ്മറത്തെ വാതിൽ വെറുതെ ഒന്ന് അടച്ചിട്ടേയുള്ളൂ. അവളെ പതിയെ കാറിലേക്ക് ഇരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ടുകൊടുത്തു. ദേവാ, ദേവാ, ഒന്ന് കണ്ണു തുറക്ക്. ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിലും പലപ്പോഴും വണ്ടി നിർത്താതെ തന്നെ അവൻ അവളെ ഒരു കൈകൊണ്ട് തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. അവളെ അങ്ങനെ കാണുമ്പോൾ പേടിയും വെപ്രാളവും അവളോടുള്ള സ്നേഹവും കൊണ്ട് അവൻ്റെ നെഞ്ചു വിങ്ങി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നിറഞ്ഞ കണ്ണുകൾ അവൻ അമർത്തി തുടച്ചു. ഒരു പനി വന്നാൽ ബോധം പോകുന്നത് അവൻ ആദ്യമായി കാണുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ നന്നായി പേടിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി നന്ദൻ ദേവയെ ഒന്ന് നോക്കി. അവൾ അതേ കിടപ്പ് കിടക്കുകയാണ്. പിന്നീട് തട്ടി വിളിക്കാനൊന്നും നിന്നില്ല. നന്ദൻ വേഗത്തിൽ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി വന്ന് ദേവയുടെ ഭാഗത്തെ ഡോർ തുറന്നു. അവളുടെ സീറ്റ് ബെൽറ്റ് അഴിച്ച് അവളെ കയ്യിലേക്ക് കോരിയെടുത്തുകൊണ്ട് കാഷ്വാലിറ്റിയിലേക്ക് നടന്നു. നടന്നു എന്നല്ല, ഓടിയെന്ന് വേണം പറയാൻ. BP വല്ലാതെ താഴ്ന്നു പോയിട്ടുണ്ട്. പിന്നെ പനിയും നല്ല കൂടുതലാണ്. എന്തായാലും ഇന്ന് ഒരു ദിവസം ഇവിടെ കിടക്കട്ടെ. അവളെ പരിശോധിച്ച ശേഷം ഡോക്ടർ പറഞ്ഞു. നന്ദൻ അതിനൊന്ന് തലയാട്ടി. ഡോക്ടർ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? നന്ദൻ വീണ്ടും ചോദിച്ചു. അവൻ്റെ മുഖത്തെ ആകുലതയും വെപ്രാളവും കണ്ട് ഡോക്ടർ അവനെ നോക്കിയൊന്ന് പതിയെ പുഞ്ചിരിച്ചു. ഡ്രിപ്പ് മുഴുവനായി കഴിയുമ്പോൾ തന്നെ ആള് ഉഷാറാകും, പേടിക്കേണ്ട, ഡോക്ടർ പറഞ്ഞു. ഒരു പനി വന്നപ്പോഴേക്കും ആകെ വാടിത്തളർന്നു പോയ ദേവയെ നന്ദൻ അലിവോടെ നോക്കി. ഇന്നലെ രാത്രി ഒത്തിരി കരഞ്ഞല്ലോ, അതുകൊണ്ടായിരിക്കും BP കുറഞ്ഞതും പനി വന്നതും, നന്ദൻ കരുതി. ഇതിനിടയിൽ ഒരു നഴ്സ് വന്ന് ആദ്യത്തെ ഡ്രിപ്പ് കണക്ട് ചെയ്തു പോയി. നന്ദൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾക്കരികിൽ തന്നെ അങ്ങനെയിരുന്നു. സമയം 3:30 ആയിട്ടേയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഈ സമയത്ത് വീട്ടിലേക്ക് വിളിക്കേണ്ടെന്ന് അവൻ കരുതി. അവളെ അങ്ങനെ നോക്കിയിരുന്ന് പതിയെ നന്ദൻ്റെ കണ്ണുകളും അടഞ്ഞു വന്നു. പിന്നീട് നഴ്സ് വന്ന് അവളെ പരിശോധിക്കുമ്പോഴാണ് നന്ദൻ ഞെട്ടി കണ്ണു തുറന്നത്. അവർ പരിശോധിച്ചു കഴിഞ്ഞു പോയതും നന്ദൻ ഫോണെടുത്ത് സമയം നോക്കി. സമയം 6 മണിയായിട്ടുണ്ട്. നന്ദൻ ഫോണെടുത്ത് അമ്മയെ വിളിച്ചു. കാര്യം പറഞ്ഞതും അമ്മയ്ക്ക് ഞെട്ടലാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ വരാമെന്ന് അമ്മ പറയുന്നുണ്ട്. പക്ഷേ നന്ദൻ അതിന് സമ്മതിച്ചില്ല. അത് വേണ്ട അമ്മേ, ഡോക്ടർ വന്നിട്ട് എന്താ പറയുന്നതെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞ് നന്ദൻ ഫോൺ വെച്ചു. 8 മണിയായപ്പോൾ പേഷ്യൻറ്റിനുള്ള ഭക്ഷണം എത്തി. ദേവയെ വിളിച്ചുണർത്തി ഭക്ഷണം കൊടുക്കണമെന്നും അത് കഴിഞ്ഞ് ഈ മരുന്ന് കൂടി കൊടുക്കണമെന്നും പറഞ്ഞ് ഏൽപ്പിച്ച് നേഴ്സ് പോയി. നന്ദൻ ചെന്ന് കൈയും മുഖവും ഒക്കെ ഒന്ന് കഴുകി വന്നു. നന്ദൻ ദേവയുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി.
അവൾ വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. അപ്പച്ചി പറഞ്ഞത് കേട്ട് ടെൻഷൻ അടിച്ച് കരഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ വയ്യാതെ ആയത് എന്ന് അവന് തോന്നി. അതിൽ താൻ അവളെ സ്നേഹിക്കുമോ, താൻ അവളെ വേണ്ടെന്ന് വെക്കുമോ, തൻ്റെ സ്നേഹം ഒരിക്കലും അവൾക്ക് കിട്ടില്ലേ എന്നൊക്കെ ചിന്തിച്ചതുകൊണ്ടായിരിക്കണം BP കുറഞ്ഞു പോയത്. പക്ഷേ അപ്പോഴും താൻ ഇന്നലെ അവളോട് എല്ലാം തുറന്നു പറഞ്ഞതല്ലേ. എല്ലാം തുറന്നു പറഞ്ഞ് സ്നേഹത്തോടെ തന്നെയാണ് കിടന്നുറങ്ങിയത്. ചിലപ്പോൾ ഒത്തിരി കരഞ്ഞ ക്ഷീണം കൊണ്ടാകണം ഉറങ്ങിയ ശേഷം അവൾക്ക് പനി വന്നിട്ടുണ്ടാവുക. അവൻ ഓർത്തു. ദേവാ, കണ്ണു തുറന്നേ. അവൻ പതിയെ അവളെ തട്ടി വിളിച്ചു. അവൾ കണ്ണു തുറന്നു. അപ്പോഴാണ് നന്ദന് പാതി ആശ്വാസമായത്. എൻ്റെ ദേവാ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. മനുഷ്യൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. അവൻ അവളെ നോക്കി പറഞ്ഞതും അവളൊന്ന് പതിയെ പുഞ്ചിരിച്ചു. ഇത് ഹോസ്പിറ്റലല്ലേ? ഞാൻ എപ്പോഴാ ഇവിടെ വന്നത്? ദേവ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു. പുലർച്ചയ്ക്ക്. ചുട്ടുപൊള്ളുന്ന പനിയായിരുന്നു. വിളിച്ചിട്ട് അറിയുന്നു പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ആകെ പേടിച്ചു പോയി. ആരോടും പറയാൻ നിന്നില്ല. നേരെ ഇങ്ങു പോന്നു. അവൻ പറയുമ്പോൾ അവൻ എത്രമാത്രം ടെൻഷൻ അനുഭവിച്ചിരുന്നുവെന്ന് അവൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ടായിരുന്നു. അമ്മയോട് പറയണ്ടേ? നമ്മളെ കാണാതിരുന്നാൽ അവരൊക്കെ പേടിക്കില്ലേ? അവൾ ചോദിച്ചു. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതാ. പിന്നെ ഞാനാ പറഞ്ഞത് വേണ്ടെന്ന്. ഡോക്ടർ വരട്ടെ, എന്നിട്ട് എന്താ പറയുന്നതെന്ന് നോക്കാം. ചിലപ്പോൾ ഡ്രിപ്പ് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുമായിരിക്കും. എന്നാൽ പിന്നെ അവരെ വെറുതെ ഇങ്ങോട്ട് വരുത്തണ്ടല്ലോ, നന്ദൻ പറഞ്ഞു. അത് മതി. അതാ നല്ലത് നന്ദേട്ടാ, അവൾ പതിയെ പറഞ്ഞു. ദേ, ഈ ഭക്ഷണം കഴിക്കി, എന്നിട്ട് മരുന്ന് കഴിക്കാനുണ്ട്. നന്ദൻ പറഞ്ഞുകൊണ്ട് ഒരു കഷ്ണം ദോശ മുറിച്ച് സാമ്പാറും കൂട്ടി അവൾക്ക് നേരെ നീട്ടി. അവൾ പതിയെ വാ കാണിച്ചു. നന്ദേട്ടൻ എന്തെങ്കിലും കഴിച്ചോ? അവൾ ചോദിച്ചു. എനിക്കിപ്പോൾ വേണ്ട, നന്ദൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവന് ഒട്ടും വിശപ്പില്ലായിരുന്നു. എന്നു പറഞ്ഞാൽ എങ്ങനെയാ നന്ദേട്ടാ? നന്ദേട്ടന് വിശക്കില്ലേ? അവൾ ചോദിച്ചു. ആ വയ്യായികയ്ക്കിടയിലും അവൾ തൻ്റെ കാര്യമാണ് ശ്രദ്ധിക്കുന്നതെന്ന് നന്ദൻ ഒരു നോവോടെ ഓർത്തു. മതി നന്ദേട്ടാ. അവനൊരു കഷ്ണം കൂടി വായിലേക്ക് വെച്ചു കൊടുത്തതും അവൾ പറഞ്ഞു. മതിയെന്നോ? എന്തു മതിയെന്ന്? അതിനു മാത്രം നീ എന്താ കഴിച്ചേ? അവൻ കണ്ണുരുട്ടിക്കൊണ്ട് അവളോട് ചോദിച്ചു. ടേസ്റ്റ് ഇല്ല നന്ദേട്ടാ, അവൾ ചുണ്ട് ചുളുക്കിക്കൊണ്ട് പറഞ്ഞു. അതുകണ്ട് അവന് ചിരി വന്നുപോയി. ഒപ്പം അവളോട് അതിയായ വാത്സല്യവും. അത് പനിച്ചിട്ടാ ദേവാ. എങ്ങനെയെങ്കിലും ഇത്തിരി കൂടി കഴിക്കി, മരുന്ന് കഴിക്കാനുള്ളതല്ലേ, അവൻ പറഞ്ഞു. അവൾ മനസ്സില്ലാ മനസ്സോടെ വാ തുറന്നു. അത് കണ്ട് അവനൊരു നേർത്ത ചിരിയോടെ അവളുടെ വായിലേക്ക് ഒരു കഷ്ണം കൂടി വെച്ചു കൊടുത്തു. ഡ്രിപ്പിട്ടപ്പോൾ അവൾക്ക് പാതി ജീവൻ വന്നിട്ടുണ്ട്. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ദേവയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവളുടെ മുഖം വല്ലാത്തൊരു സങ്കടം കൊണ്ട് നിറഞ്ഞു. എന്തു പറ്റി ദേവാ? നന്ദൻ ചോദിച്ചു. എനിക്ക് അച്ഛനെ കാണണം. അമ്മയോടും അച്ഛനോടും ഒന്ന് വരാൻ പറയൂ, അവൾ നന്ദനോട് പറഞ്ഞു. അവളുടെ മുഖത്തെ വയ്യായികയും ആ കണ്ണുകളിലെ അവശതയും അവനെ വല്ലാതെ തളർത്തി. അവരെ ബുദ്ധിമുട്ടിക്കണോ ദേവാ? നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വിളിച്ചാൽ പോരെ? നന്ദൻ ചോദിച്ചു. പോരാ, എനിക്ക് അച്ഛനെ കാണണം. കുഞ്ഞു കുട്ടികൾ പറയുന്നത് പോലെ ചുണ്ടെല്ലാം വിതുമ്പി വാക്കുകൾ വിറച്ച് അവൾ വീണ്ടും പറഞ്ഞു. ശരി, ഞാൻ പറയാം. അവൻ ഇരുന്നിടത്തു നിന്ന് തന്നെ ഫോണെടുത്ത് ദേവയുടെ അച്ഛനെ വിളിച്ചു. ആദ്യത്തെ റിങ്ങിൽ തന്നെ അപ്പുറത്ത് ഫോണെടുത്തു. എന്താ മോനെ നന്ദ, ഇത്ര രാവിലെ? മോളെന്തിയെ? അച്ഛൻ ചോദിച്ചു. അത് അച്ഛാ, ഞാൻ ദേവയ്ക്ക്. അവന് എങ്ങനെ പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. മോൾക്ക് എന്തി? അവൻ്റെ സ്വരത്തിൽ എന്തോ ഒരു വെപ്രാളം നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി. അച്ഛനൊരു ആവലാതിയോടെ ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല അച്ഛാ, ദേവയ്ക്ക് ചെറിയൊരു പനി. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാ. അവൾക്ക് അച്ഛനെയും അമ്മയെയും ഒന്ന് കാണണമെന്ന് ഒരേ വാശി, നന്ദൻ പറഞ്ഞു. അയ്യോ, മോൾക്ക് പനിയോ? നന്ദ, നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലല്ലേ? അവൾക്ക് പനി വന്നാൽ വല്ലാത്ത പ്രശ്നമാണ്. BP കുറയും, ആകെ തളർന്നു പോകും. അവൾക്ക് എപ്പോഴും പനി വരാറില്ല, പക്ഷേ പനി വന്നാൽ അവൾ ആകെ തളർന്നു പോകും. നന്ദനോട് പറഞ്ഞുകൊണ്ട് തന്നെ അച്ഛൻ വീട്ടിലേക്ക് നടന്നു. ആ സമയം അച്ഛൻ അടുക്കളയ്ക്ക് പിറകിലുള്ള പച്ചക്കറിത്തോട്ടത്തിലായിരുന്നു. സുഭദ്രേ, നന്ദനാ വിളിച്ചേ, മോൾക്ക് പനി,
അവരിപ്പോൾ ഹോസ്പിറ്റലിലാ. നീ വേഗം ചെന്ന് മാറ്റ്. നമുക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങണം. അച്ഛൻ അമ്മയോട് പറയുന്നത് നന്ദൻ ഫോണിലൂടെ കേട്ടു. അച്ഛൻ്റെ വെപ്രാളത്തോടെയുള്ള പറച്ചിലും ദേവയുടെ ആകെ തളർന്നുപോയ അവസ്ഥയും കണ്ട് നന്ദൻ ഒന്ന് പേടിച്ചു പോയിരുന്നു. നിങ്ങളിങ്ങു തന്നെ, ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. ഹലോ നന്ദ മോനെ, അമ്മ വിളിച്ചു. ആ അമ്മേ, ദേവയ്ക്ക് പനി. ഞങ്ങളിവിടെ ഹോസ്പിറ്റലിലാ, നന്ദൻ പറഞ്ഞു. എപ്പോൾ തുടങ്ങിയതാ മോനെ, അമ്മ ചോദിച്ചു. പുലർച്ചയ്ക്ക്. നല്ല ചുട്ടുപൊള്ളുന്ന പനിയായിരുന്നു. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്. അവൾക്ക് അമ്മയെയും അച്ഛനെയും കാണണമെന്ന് ഒരേ വാശി. അതാ ഞാൻ. ഒന്ന് വരാൻ പറ്റുമോ അമ്മേ? ദേവയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് അവൻ അത് പറഞ്ഞത്. അവൾ അവൻ്റെ മുഖത്തേക്കും നോക്കി അങ്ങനെ കിടക്കുകയാണ്. അതെന്ത് ചോദ്യാ മോനെ, ഞങ്ങളിപ്പോൾ തന്നെ വരാം. പിന്നെ മോൻ പേടിക്കണ്ട, അവൾക്ക് പനി വന്നാൽ BP കുറയും. പിന്നെ വല്ലാത്ത ക്ഷീണമാണ്, ആകെ വാടി തളർന്നു പോകും. ഇവിടെയാകുമ്പോൾ അച്ഛൻ്റെ അടുത്തു നിന്നും മാറില്ല അവൾ. എപ്പോഴും അച്ഛൻ അവൾക്കരികെ തന്നെ വേണം. അച്ഛൻ്റെ നെഞ്ചിൽ തന്നെ അള്ളിപ്പിടിച്ചങ്ങനെയിരിക്കും. പനി വന്നാൽ അവൾക്ക് ആകെ സങ്കട. അതുകൊണ്ടാ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ പനി വരുന്നത്. സാരമില്ല, ഞങ്ങളിപ്പോൾ തന്നെ വരാം. അമ്മ പറഞ്ഞത് നന്ദന് ആശ്വാസം നൽകി. ഏത് ഹോസ്പിറ്റലിലാ? ഇവിടെ ലക്ഷ്മി ക്ലിനിക്കിൽ. ഇതല്ലേ അടുത്ത്? അപ്പോൾ ഇവിടേക്ക് വന്നു. അവൻ പറഞ്ഞതും അമ്മ ഇപ്പോൾ എത്താമെന്നും പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പോഴേക്കും അച്ഛൻ പോകാനായി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അവൻ ഫോൺ വെച്ചുകൊണ്ട് ദേവയെ നോക്കി. കുഞ്ഞു കുട്ടികളെപ്പോലെ പ്രതീക്ഷയോടെ നന്ദനെ തന്നെ നോക്കിക്കിടക്കുകയാണ് അവൾ. അവന് ഒരേ സമയം അവളോട് സ്നേഹവും വാത്സല്യവും പ്രണയവും അലിവുമൊക്കെ തോന്നിപ്പോയി. അവരിപ്പോൾ വരും പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് നേരെ അടുത്തൊരു കഷ്ണം ദോശ കൂടി നീട്ടി. മതി നന്ദേട്ടാ, അവൾ ചിണുങ്ങി. നന്ദൻ വീണ്ടും അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. ഇത് കഴിഞ്ഞിട്ട് നന്ദേട്ടൻ ചെന്ന് കഴിക്കണം കേട്ടല്ലോ, അവൾ പറഞ്ഞതും അവനൊന്ന് തലയാട്ടി. കഴിച്ചു കഴിഞ്ഞ് അവൻ തന്നെ അവളുടെ വായും കഴുകിച്ചു കൊടുത്തു. അവളുടെ ഹൃദയം നിറഞ്ഞു, കൂട്ടത്തിൽ കണ്ണും. നന്ദൻ അവൾക്ക് മരുന്ന് കൊടുത്ത് ഇരിക്കുമ്പോഴേക്കും ഡോക്ടർ വന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു ഡ്രിപ്പ് കൂടി ഇട്ടിട്ട് വൈകിട്ട് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ഡോക്ടർ പോയതും നന്ദൻ വീണ്ടും ബെഡിനരികിൽ ഇട്ടിരിക്കുന്ന കസേരയിൽ വന്നിരുന്നു. ഡോക്ടർ പോയില്ലേ നന്ദേട്ടാ, ഇനി ചെന്ന് എന്തേലും കഴിച്ചിട്ട് വാ. എനിക്ക് കുഴപ്പമില്ല, ഞാനിവിടെ കിടന്നോളാം, ദേവ പറഞ്ഞു. എനിക്കിപ്പോൾ വിശക്കുന്നില്ല ദേവ. പിന്നെ അമ്മയും അച്ഛനും ഇപ്പോൾ വരും. അവർ വന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. അതാവുമ്പോൾ അവർ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യ. അവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കിക്കിടന്നു. എന്തേ എങ്ങനെ നോക്കുന്നേ? തളർന്നു കിടന്നിട്ടും തൻ്റെ മുഖത്തു നിന്നും നോട്ടം മാറ്റാത്തവളെ കണ്ട് നന്ദൻ ചോദിച്ചു. എന്നും എൻ്റെ കൂടെ ഉണ്ടാവോ? എന്നെ ഒറ്റയ്ക്കാക്കി എങ്ങും പോകില്ലല്ലോ? അവൾ ചോദിച്ചു. ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ അവളുടെ കൈ പതിയെ പിടിച്ചെടുത്ത് ആ ഉള്ളം കൈയിൽ പതിയെ ചുണ്ടു ചേർത്തു. തീക്കനലിൽ തട്ടിയതുപോലെ അവൻ്റെ ചുണ്ട് ചുട്ടുപൊള്ളി. എന്നാൽ അവൻ്റെ ആ ചുംബനത്തിൽ അവൾ കുളിർന്നു വിറയ്ക്കുകയാണ് ചെയ്തത്. നല്ല ചൂടുണ്ടല്ലോ ദേവ, ഇതെന്താ കുറയാത്തെ? അവളുടെ ചുട്ടുപൊള്ളുന്ന ഉള്ളം കൈയുടെ ചൂട് അറിഞ്ഞ് അവൻ ചോദിച്ചു. അത് കുറഞ്ഞോളും, അവൾ അവനെ നോക്കി നേർത്തൊരു പുഞ്ചിരിയോടെ പതിയെ പറഞ്ഞു. ഇവിടെയാകുമ്പോൾ അച്ഛൻ്റെ അടുത്തു നിന്നും മാറില്ല അവൾ. എപ്പോഴും അച്ഛൻ അവൾക്കരികെ തന്നെ വേണം. അച്ഛൻ്റെ നെഞ്ചിൽ തന്നെ അള്ളിപ്പിടിച്ചങ്ങനെ ഇരിക്കും. പനി വന്നാൽ അവൾക്ക് ആകെ സങ്കട. അമ്മ പറഞ്ഞ വാക്കുകൾ അവൻ ഓർമ്മ വന്നു. അവൻ പതിയെ എഴുന്നേറ്റ് ബെഡിലേക്ക് കിടന്ന് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവളൊന്ന് ഞെട്ടി. അങ്ങനെയൊന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വേണ്ട നന്ദേട്ട, നന്ദേട്ടന് കൂടി പനി വരും, അവൾ പതിയെ പറഞ്ഞു. വരട്ടെ, പനി വരട്ടെ, അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഒന്നുകൂടി അവനോട് ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇതായിരുന്നില്ലേ താൻ ആഗ്രഹിച്ചത്? ഇതിനായിരുന്നില്ലേ താൻ കാത്തിരുന്നത്? അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കി. മതി, ഇനി കരയണ്ട. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് ജീവിച്ചു തുടങ്ങാമെടി, ഭാര്യയും ഭർത്താവുമായിട്ട്, പരസ്പരം ഇങ്ങനെ സ്നേഹിച്ച് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. അവളത് കണ്ണുകൾ അടച്ച് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. പിന്നെ അവൻ്റെ നെഞ്ചോട് ചേർന്ന് അവനെ മുറുക്കെ അള്ളിപ്പിടിച്ചിരുന്നു.
ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ തൻ്റെ നെഞ്ചോട് ചേർന്ന് തൻ്റെ കൈകൾക്കുള്ളിൽ പതുങ്ങിക്കിടക്കുന്ന അവളെ കാണുമ്പോൾ നന്ദന് ചിരിയാണ് വന്നത്. അവൻ്റെ ഉള്ളിൽ നിന്നും ആശ്വാസത്തിൻ്റെ നെടുവീർപ്പുകൾ അടർന്നു വീണു. എത്രയോ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവൻ്റെ മനസ്സിൽ തണുപ്പാണ്, നല്ല കുളിർന്നു വിറയ്ക്കുന്ന തണുപ്പ്. പക്ഷേ ആ തണുപ്പിന് ഇപ്പോൾ പേര് അവളാണ്, ദേവ. ഓർത്തുകൊണ്ട് അവനൊന്ന് മനോഹരമായി പുഞ്ചിരിച്ചു. സമയം വീണ്ടും കടന്നുപോയി. അവളുടെ അമ്മയും അച്ഛനും വാതിൽ തുറന്ന് അകത്തേക്ക് വന്നപ്പോൾ കാണുന്നത് നന്ദൻ്റെ നെഞ്ചിൽ അള്ളിപ്പിടിച്ചു കിടന്നുറങ്ങുന്ന ദേവയെയാണ്. അത് കണ്ടതേ ആ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സൊന്ന് തണുത്തു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം അവരുടെ ഉള്ളിൽ നിറഞ്ഞു. അവൻ പതിയെ ദേവയെ തൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി ബെഡിലേക്ക് ഇറക്കിക്കിടത്താൻ നോക്കി. അപ്പോഴാണ് തൻ്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചിരിക്കുന്ന അവളുടെ കൈകൾ കണ്ടത്. അവനത് വിടുവിക്കാൻ നോക്കി, പക്ഷേ സാധിക്കുന്നില്ല. അത്രമേൽ മുറുക്കെയാണ് അവൾ പിടിച്ചിരിക്കുന്നത്. അവനെന്തോ അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്ത് നോക്കാൻ ഒരു ചമ്മൽ തോന്നി. അത് മനസ്സിലായതുപോലെ നേർത്തൊരു പുഞ്ചിരിയോടെ അമ്മ പറഞ്ഞു, പനി വന്നാൽ അവൾ ഇങ്ങനെ തന്നെയാ മോനെ. ഞങ്ങളെ അരികിൽ നിന്നും മാറാൻ സമ്മതിക്കില്ല, പ്രത്യേകിച്ച് ഇവളുടെ അച്ഛനെ. അമ്മ പറഞ്ഞതും നന്ദൻ അമ്മയെയും അച്ഛനെയും നോക്കിയൊന്ന് ചിരിച്ചു. ഇപ്പോൾ എങ്ങനെയുണ്ട് മോനെ? അമ്മ അവളുടെ നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒരു ഡ്രിപ്പ് കൂടി ഇടാനുണ്ട് അമ്മേ. പേടിക്കാനൊന്നുമില്ല, നോക്കിയിട്ട് വൈകിട്ട് പോകാമെന്നാ പറഞ്ഞത്, അവൻ പറഞ്ഞു. ഓ, ഇപ്പോഴാ സമാധാനമായത്. പനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നന്ദ. ഒരു ചെറിയ പനി വന്നാൽ കൂടി എൻ്റെ കുട്ടി ആകെ തളർന്നു പോകും. ആകെ സങ്കടമാ. പനി വരുമ്പോൾ മാത്രം ഇവളുടെ വാശിയും കുസൃതിയും കൂടും. അപ്പടി സങ്കടമാ ഇവൾക്ക്. അച്ഛൻ അരികിലേക്ക് വന്ന് ഉറങ്ങിക്കിടക്കുന്ന ദേവയുടെ നെറുകിലൂടെ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. എന്തോ അവർ തമ്മിലുള്ള സ്നേഹം കണ്ട് നന്ദൻ്റെ മനസ്സും വല്ലാതെ നിറഞ്ഞിരുന്നു ആ സമയം. വീട്ടിൽ അറിഞ്ഞിരുന്നോ നന്ദ നിങ്ങളിങ്ങോട്ട് വന്നത്? അച്ഛൻ ചോദിച്ചു. വരുമ്പോൾ ആരോടും പറഞ്ഞിരുന്നില്ല അച്ഛാ. അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. 3 മണിക്കാണ് ഞാൻ അറിഞ്ഞത്. തൊട്ടാൽ പൊള്ളുന്ന ചൂടുണ്ടായിരുന്നു. പിന്നെ വിളിച്ചിട്ട് അറിഞ്ഞതുമില്ല. അപ്പോൾ തന്നെ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു. നേരം വെളുത്തപ്പോൾ അമ്മയെ വിളിച്ചു പറഞ്ഞു. അമ്മയ്ക്കൊക്കെ ആകെ ആദിയാ. എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാൻ നിന്നതാ. പിന്നെ ഞാനാ പറഞ്ഞത്, കുറച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുമോ എന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാമെന്ന്. എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നാൽ ശരിയാവില്ല. ഇവിടെ ആകെ കണ്ണീർക്കടലാകും, നന്ദൻ പറഞ്ഞു. അത് ശരിയാണെന്ന് അമ്മയ്ക്കും അച്ഛനും തോന്നി. ദേവ പറഞ്ഞും അല്ലാതെ നേരിട്ട് കണ്ടും അവിടെയുള്ള 3 അമ്മമാർക്കും ദേവയോടുള്ള സ്നേഹം മനസ്സിലാക്കിയതാണ്. അവർക്ക് മാത്രമല്ല, അച്ഛന്മാർക്കും അപ്പുവിനും അച്ചുവിനും അതെ. സ്നേഹമുള്ള ഒരു കുടുംബത്തിലേക്കാണ് തൻ്റെ മകൾ കയറി ചെന്നതെന്ന് ഓർത്ത് അവർക്ക് സന്തോഷവും സമാധാനവും തോന്നി. കുറച്ചു സമയം കഴിഞ്ഞ് ദേവ പതിയെ കണ്ണു തുറന്നു. അരികിലായി ഇരിക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ട് അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു. എങ്കിലും അവൾ പെട്ടെന്ന് തന്നെ നോക്കിയത് നന്ദനെയാണ്. മോൻ ദേ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു മോളെ. ഇപ്പോൾ ഒരു ഫോൺ വന്നപ്പോൾ പുറത്തേക്ക് പോയതാ, അവളുടെ നോട്ടം കണ്ട് അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും നന്ദൻ ഫോണുമായി അകത്തേക്ക് കയറി വന്നിരുന്നു. അമ്മയാ, ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ച് ഒരു സമാധാനവും തരുന്നില്ല. ഏതായാലും നമ്മൾ വൈകുന്നേരം പോകുമല്ലോ, അപ്പോൾ പിന്നെ വീട്ടിൽ ചെന്നിട്ട് തന്നെ കാണാമല്ലോ, നന്ദൻ പറഞ്ഞുകൊണ്ട് ദേവയ്ക്ക് അരികിൽ ചെന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് ദേവ? എന്തെങ്കിലും വയ്യായ്ക തോന്നുന്നുണ്ടോ? അവൻ ചോദിച്ചു. അവന് ഇപ്പോഴും ആവലാതിയാണ്. അതുകണ്ട് ദേവയൊന്ന് ചിരിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല നന്ദേട്ട. ഇങ്ങനെ പേടിച്ചാലോ? അല്ല, നന്ദേട്ടൻ എന്തെങ്കിലും കഴിച്ചോ? അവൾ ചോദിച്ചു. അവൾക്ക് അതായിരുന്നു അറിയേണ്ടിയിരുന്നത്. അത് കേട്ട് അമ്മയും അച്ഛനും നന്ദനെ ഒന്ന് നോക്കി. അപ്പോൾ ഇത്രയും നേരമായിട്ടും നന്ദൻ ഒന്നും കഴിച്ചില്ലേ? അമ്മ ചോദിച്ചു. ഇല്ലമ്മേ, ഞാൻ നന്ദേട്ടനോട് പറഞ്ഞതാ എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വരാൻ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ കിടന്നോളാം എന്ന്. അപ്പോൾ നന്ദേട്ടൻ പറഞ്ഞു, അമ്മയും അച്ഛനും വന്നിട്ട് പോയി കഴിച്ചോളാം, എന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ ധൈര്യമില്ലെന്ന്. അവൾ ഒരു പുഞ്ചിരിയോടെ പറയുമ്പോൾ അമ്മയും അച്ഛനും നന്ദനെ അലിവോടെ നോക്കി. കുറച്ച് വൈകിയാലും തൻ്റെ മകൾക്ക് കിട്ടിയത് അവളെ സ്നേഹിക്കുന്ന ഒരുത്തനെയാണെന്ന് അവർക്ക് തോന്നി. എന്താ മോനെ പറയാതിരുന്നത്? പോയി ചെന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വാ, അച്ഛനും അമ്മയും ചേർന്ന് പറഞ്ഞു. അത് സാരമില്ലമ്മേ, ഞാൻ പിന്നീട്. അവൻ പറഞ്ഞു വന്നതേ ദേവ അവനെ നോക്കി കണ്ണുരുട്ടി. അവളുടെ ആ നോട്ടത്തിൽ അവനൊന്ന് നിന്നു. പറഞ്ഞത് കേൾക്ക് നന്ദേട്ടാ, പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വാ. ഇല്ലെങ്കിൽ പിന്നെ ഞാനും ഇനി ഒന്നും കഴിക്കില്ല കേട്ടോ,
അവളുടെ മുഖത്ത് വീണ്ടും ആ കുസൃതി നിറഞ്ഞു. ശരി, എന്നാൽ കഴിച്ചിട്ട് വരാം. അച്ഛനും വായോ. അമ്മയ്ക്കും ഇവൾക്കുമുള്ളത് നമുക്ക് ഇങ്ങോട്ടേക്ക് വാങ്ങാം. അവൻ അച്ഛനെ വിളിച്ചു. ശരിയാ, അമ്മയും അച്ഛനും എന്തെങ്കിലും കഴിച്ചിരുന്നോ? അവൾ ചോദിച്ചു. ഉവ്വ്, നന്ദൻ വിളിക്കുന്നതിന് കുറച്ചു മുൻപാ ഞങ്ങൾ ചായ കുടിച്ചത്, അമ്മ പറഞ്ഞു. അത് സാരമില്ല, അത് അപ്പോഴല്ലേ. ഇപ്പോൾ നേരം എത്രയായി? അച്ഛൻ വരൂ. നന്ദൻ പറഞ്ഞതും ദേവ അവനെ വീണ്ടും ഒന്ന് കണ്ണുരുട്ടി നോക്കി. ഇനി എന്തിനാണാവോ നോക്കി പേടിപ്പിക്കുന്നേ? പോയി കഴിക്കാമെന്ന് സമ്മതിച്ചതല്ലേ? അവളുടെ നോട്ടം കണ്ട് നന്ദൻ ചിന്തിച്ചു പോയി. അപ്പോൾ നന്ദേട്ടനെ അറിയാം നേരം എത്രയായെന്ന്. എന്നിട്ടാ ഇതുവരെ ഒന്നും കഴിക്കാതെയിരുന്നേ. മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും നന്ദനൊന്ന് ചിരിച്ചുപോയി. അവൻ അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മിക്കൊണ്ട് അച്ഛനെയും വിളിച്ച് ക്യാൻറ്റീനിലേക്ക് നടന്നു. ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിച്ച് അമ്മയ്ക്കും അവൾക്കുമുള്ള ഭക്ഷണം കൂടി വാങ്ങിയാണ് അവർ മുറിയിലേക്ക് വന്നത്. മോൾക്ക് ഏതായാലും പനിയല്ലേ നന്ദ? ഇവിടുന്ന് പോകുമ്പോൾ മോൾ ഞങ്ങളുടെ കൂടെ പോരട്ടെ, അമ്മ പറഞ്ഞു. അതേ നന്ദ, അതാ നല്ലത്. പനിയൊന്ന് മാറിയിട്ട് അവളെ അങ്ങോട്ടേക്ക് വിടാം, അച്ഛനും പറഞ്ഞു. നന്ദൻ ഒന്നും പറഞ്ഞില്ല. ദേവയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവളുടെ കണ്ണുകളും നന്ദൻ്റെ മുഖത്താണ്. അവൾക്ക് അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നന്ദനെ പിരിഞ്ഞു പോകാനും വയ്യ. ജീവിച്ചു തുടങ്ങാൻ പോകുന്നതേയുള്ളൂ, സ്നേഹിച്ചു തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ആ സമയം അവനിൽ നിന്നും അകന്നു നിൽക്കാൻ അവൾക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അവളുടെ ഉള്ളിൽ എന്താണെന്ന് നന്ദന് മനസ്സിലായി. അത് വേണോ അമ്മേ? അവൾ എൻ്റെ കൂടെ പോരട്ടെ. ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഒരു കുഴപ്പവും വരാതെ ഞാൻ ശ്രദ്ധിച്ചോളാം, നന്ദൻ പറഞ്ഞു. പിന്നെ ദേവയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഇപ്പോൾ അവളുടെ കണ്ണുകളൊന്ന് വിടർന്നിട്ടുണ്ട്. അത് അമ്മയ്ക്കും അച്ഛനും മനസ്സിലായി. കല്യാണം കഴിഞ്ഞ മക്കൾ എപ്പോഴും കൂടെ വേണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. മാത്രവുമല്ല, അവർ ഇപ്പോൾ സ്നേഹത്തോടെയാണ് ഇരിക്കുന്നത്. അവർക്ക് കൂട്ട് അവർ തന്നെയാകട്ടെ എന്ന് അച്ഛനും അമ്മയും കരുതി. വൈകുന്നേരം ഡോക്ടർ വന്നു നോക്കി വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ പൂർണ്ണമായ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. മരുന്നുമുണ്ട്. നന്നായി വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും പിന്നെ ടെൻഷനൊന്നും അടിക്കരുതെന്നും പറഞ്ഞ് ഡോക്ടർ അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അവളെ കാറിലേക്കിരുത്തി നെറുകിലൂടെ ഒന്ന് തലോടി ഒരു ഉമ്മയൊക്കെ കൊടുത്ത ശേഷമാണ് അമ്മയും അച്ഛനും പോയത്. പോകുന്നതിന് മുൻപേ ഫ്രൂട്ട്സായി എന്തൊക്കെയോ വാങ്ങി നിർബന്ധിച്ച് കാറിലേക്ക് വെച്ചു കൊടുത്തിരുന്നു അച്ഛൻ. അവരങ്ങ് പോയതും നന്ദനും ദേവയും വീട്ടിലേക്ക് പോന്നു. പടിപ്പുര കടന്ന് മുറ്റത്തേക്ക് കയറിയതേ കണ്ടു അവരെയും കാത്ത് ഉമ്മറത്ത് നിൽക്കുന്നവരെ. അമ്മയും വല്യമ്മയും ചെറിയമ്മയും അപ്പുവും അച്ചുവും ഒക്കെയുണ്ട്. ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ദേ, ഞങ്ങൾ ഏതോ നേരം വരാൻ വേണ്ടി നിൽക്കുകയാ. ഇവൻ സമ്മതിക്കാഞ്ഞിട്ടാ, അമ്മ പറഞ്ഞു. അവൾ അവരെ നോക്കിയൊന്ന് ചിരിച്ചു. ഇപ്പോൾ എങ്ങനെയുണ്ട് മോളെ? കുറവുണ്ടോ? വല്യമ്മ ചോദിച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല വല്യമ്മേ, ഞാൻ ഉഷാറായി, അവൾ പറഞ്ഞു. മുഖത്തൊരു തളർച്ച നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിലും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരിയുണ്ട്. പിന്നെ അങ്ങനെ ഉഷാറായിട്ടൊന്നുമില്ല അമ്മേ. നല്ല റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. വെള്ളവും ഭക്ഷണവും ഒക്കെ നന്നായി കഴിക്കാനും. പിന്നെ ദേ ഒരു ലോഡ് മരുന്നും. 2 ദിവസം കഴിഞ്ഞ് കുറവില്ലെങ്കിൽ കാണിക്കാനും പറഞ്ഞിട്ടുണ്ട്, നന്ദൻ പറഞ്ഞു. നന്ദൻ പറയുന്നത് കേട്ട് അമ്മ ഒന്ന് അവനെ നോക്കി ചിരിച്ചു. ശരിക്കും ഇന്നലെ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതായിരുന്നു. അതുപോലെയുള്ള തലവേദനയല്ലേ വന്നത്? കണ്ണൊക്കെ എങ്ങനെയിരുന്നതാ? ചെറിയമ്മ പറയുന്നുണ്ട്. ഏട്ടത്തി വാ, ഏട്ടത്തിയെ ഞാൻ മുറിയിലാക്കാം, പറഞ്ഞുകൊണ്ട് അച്ചു വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. നന്ദൻ്റെ മുഖം പെട്ടെന്ന് മാറി. ഒരു കുഞ്ഞു ചെക്കൻ്റെ കുശുമ്പ് പിടിച്ച മുഖം പോലെ. അതെന്താ, ഞാൻ മുറിയിലേക്കല്ലേ പോകുന്നത്? ഞാൻ ആക്കിയാൽ അവൾ മുറിയിലെത്തില്ലേ? നന്ദൻ അച്ചുവിൻ്റെ തലയിലൊന്ന് തട്ടിക്കൊണ്ട് ഒരു കുസൃതിയോടെ പറഞ്ഞു. തൽക്കാലം അവളെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന ഭാവമായിരുന്നു അവന്. ചെറിയ കുഞ്ഞു കുട്ടികൾ അവരുടെ കളിപ്പാട്ടം വിട്ടുകൊടുക്കാത്തതുപോലെ. ഏട്ടത്തിയെ ഞാൻ കൊണ്ടാക്കാം. ഈ ഏട്ടന് കുശുമ്പാ, അച്ചു നന്ദനെ നോക്കി കുറുമ്പോടെ പറഞ്ഞു. ദേവ ഒന്നും പറഞ്ഞില്ല. അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി ഒരു പുഞ്ചിരിയോടെ നിന്നതേയുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞു നിന്നാലോ? ആ കുട്ടിക്ക് ക്ഷീണം കാണും. മോള് വാ, അമ്മ മുറിയിലേക്ക് ആക്കിത്തരാം, പറഞ്ഞുകൊണ്ട് അമ്മ വന്ന് ദേവയുടെ കയ്യിൽ പിടിച്ചു. എൻ്റെ ഭാര്യയല്ലേ, ഞാൻ കൊണ്ടുപോയിക്കോളാം. അപ്പോഴേക്കും നന്ദൻ അവളുടെ ഒരു കയ്യിൽ പിടിച്ചു. അത് കണ്ടതും അമ്മ ഒരു ചിരിയോടെ പതിയെ ആ കൈ വിട്ടു. ഇന്നലെ താൻ അത് പറഞ്ഞതിനു ശേഷം അവൻ മാറി തുടങ്ങിയിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നി. അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തങ്ങി നിന്നു.
നന്ദൻ ദേവയുടെ കൈയും പിടിച്ച് മുകളിലേക്ക് കയറി പോകുന്നത് നോക്കി നിന്ന ബാക്കിയുള്ളവരുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ ഈ സ്നേഹപ്രകടനമൊക്കെ കാണേണ്ടി വരുമെന്ന് ആദ്യമേ അറിയുന്നതുകൊണ്ട് നന്ദൻ്റെ കാർ മുറ്റത്ത് വന്നു നിന്നപ്പോൾ തന്നെ അപ്പച്ചിയും അപർണയും മുറിയിൽ കയറി വാതിലടച്ചിരുന്നു. രാത്രി ചെറിയച്ഛനും അച്ഛനും വല്യച്ഛനും ഒക്കെ ഓഫീസിൽ നിന്നും വന്നപ്പോൾ അവളോട് എങ്ങനെയുണ്ട് മോളെ എന്നൊക്കെ ചോദിച്ചു. അവർക്കെല്ലാം അവൾ മരുമകളല്ല, മകളാണ്. രാത്രി ഉറങ്ങാൻ കിടന്നതാണ് ദേവ. നന്ദൻ്റെ നെഞ്ചിലേക്ക് ചേർന്നാണ് അവൾ കിടക്കുന്നത്. നന്ദേട്ടാ, അവൾ പതിയെ വിളിച്ചു. അവളുടെ മുടിയിലൂടെ ഒന്ന് തലോടിക്കൊണ്ട് അവൻ മൂളി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നന്ദേട്ടാ? അവൾ പതിയെ ചോദിച്ചു. ചോദിച്ചോ. നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ എന്തിനാ ഇങ്ങനെയൊക്കെ? അത് നന്ദേട്ടന് എന്തു പറ്റി? ഇന്നലെ രാവിലെ മുതൽ നന്ദേട്ടൻ ആകെ വല്ലാതിരിക്കുന്നല്ലോ. ഇന്നലെ രാത്രിയും നന്ദേട്ടന് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്. പറ നന്ദേട്ട, എന്താ കാര്യം? അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണിൽ വട്ടം ചുറ്റി കളിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. എന്തേ, അപ്പച്ചി പറഞ്ഞു തന്ന വിഷത്തിൻ്റെ ബാക്കി ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടോ? അവനൊരു ചിരിയോടെയാണ് അത് ചോദിച്ചത്. അതൊന്നുമല്ല നന്ദേട്ട. പക്ഷേ നന്ദേട്ടന് എന്തോ ഒരു വല്ലായ്മയുണ്ട്. എന്താ അത്? എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞാൽ മതി, ദേവ പറഞ്ഞു. അത് വേറൊന്നുമല്ല ദേവ. ഓഫീസിൽ ഒരു പ്രശ്നം. നമുക്ക് കിട്ടാനിരുന്ന വലിയൊരു പ്രൊജക്റ്റ് നമ്മുടെ ഓഫീസിലെ തന്നെ ഒരാൾ മറിച്ചു. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അയാൾ വേറൊരു കമ്പനിക്ക് ചോർത്തി കൊടുത്തു. മെനഞ്ഞാന്ന് രാത്രിയാണ് ഞാനിത് അറിഞ്ഞത്. ഞാനിത് അറിഞ്ഞ കാര്യം അയാൾ അറിഞ്ഞിട്ടില്ല. ഇനി 4 ദിവസങ്ങൾ കൂടിയേയുള്ളൂ. അന്നാണ് ഡീൽ സൈൻ ചെയ്യുന്നത്. അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ പ്രൊജക്റ്റ് തിരിച്ചു പിടിക്കണം. കാരണം ഈ പ്രൊജക്റ്റിനു വേണ്ടി ഞാൻ അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ചതിയിലൂടെ നഷ്ടപ്പെടുന്നത് നോക്കി നിൽക്കാൻ വയ്യ. അല്ലാതെ അർഹതപ്പെട്ട ഒരു കമ്പനിക്കാണ് അത് കിട്ടുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഇത് വിട്ടുകളയാൻ വയ്യ. അവൻ ദൂരെ എങ്ങോ നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ മുടിയിലൂടെ തലോടുന്നുണ്ടായിരുന്നു. അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എങ്ങോ നോക്കിയാണ് അവൻ കിടക്കുന്നത്. അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന വല്ലായ്മയിൽ നിന്നും തന്നെ അറിയാം അവൻ ആ പ്രൊജക്റ്റിനെക്കുറിച്ച് അത്രയേറെ ആശങ്കപ്പെടുന്നുണ്ടെന്ന്. ഒരു വഴിയുമില്ലേ നന്ദേട്ട? നന്ദേട്ടനൊന്ന് നന്നായി ആലോചിച്ചു നോക്ക്. എന്തെങ്കിലും ഒരു വഴി കിട്ടും. നന്ദേട്ടനെ കൊണ്ട് അതിന് പറ്റും, അവൾ പറഞ്ഞു. ഞാനും അതാ ആലോചിക്കുന്നത്. എന്തെങ്കിലും ഒരു വഴി കിട്ടും. കിട്ടിയേ പറ്റൂ, അവനും പറഞ്ഞു. ദേവ അവൻ്റെ നെഞ്ചോട് ചേർന്നു കിടന്ന് എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരുന്നു. പിന്നെ അവൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. നന്ദേട്ട, ഞാനൊരു കാര്യം പറയട്ടെ? അവൾ ആവേശത്തോടെ അവനോട് ചോദിച്ചു. പനി പിടിച്ച് അവൾ ആകെ തളർന്നിട്ടുണ്ട്. പക്ഷേ അവളുടെ കണ്ണുകളിൽ എന്തോ ഒരു തിളക്കമുള്ളതുപോലെ. പറഞ്ഞോ. അവളുടെ കണ്ണിലെ തിളക്കം കാണുമ്പോൾ എന്തോ ഒരു വെളിച്ചം തെളിഞ്ഞു വരാൻ പോകുന്നത് പോലെ അവന് തോന്നി. അത് അയാൾക്ക് അറിയോ നന്ദേട്ടൻ്റെ ഈ പ്രൊജക്റ്റിനെ പറ്റി? ഈ പ്രൊജക്റ്റിൽ അയാളും കൂടെയുണ്ടോ? ദേവ ചോദിച്ചു. ഇല്ല, അരവിന്ദ് കമ്പനിയിലെ വിശ്വസ്തനാണ്. പക്ഷേ ഈ പ്രൊജക്റ്റിൽ അരവിന്ദ് ഇല്ല. കാരണം ഇത് അത്രയും വിലപ്പെട്ടൊരു പ്രൊജക്റ്റാണ്. ഞങ്ങൾ 2-3 പേർക്ക് മാത്രമേ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുകയുള്ളൂ. അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി. പിന്നെ അയാൾ എങ്ങനെ ഇത് മറ്റേ കമ്പനിക്ക് ചോർത്തിക്കൊടുത്തു? അയാൾക്ക് എവിടുന്ന് കിട്ടി ഈ ഡീറ്റെയിൽസ്? ദേവ സംശയത്തോടെ ചോദിച്ചു. അത് ഞങ്ങളും ആലോചിച്ചതാ. ഞങ്ങളാരും അരവിന്ദിനോട് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അരവിന്ദിനോട് എന്നല്ല, ഓഫീസിൽ മറ്റാർക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. പിന്നെ ഇത് എങ്ങനെ അരവിന്ദിന് കിട്ടിയെന്ന് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അന്വേഷണം എന്ന് വെച്ചാൽ നമുക്കത് കുറച്ച് കോൺഫിഡൻഷ്യലായി മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ഞങ്ങളിത് അറിഞ്ഞത് അരവിന്ദ് അറിഞ്ഞിട്ടില്ല, അവൻ പറഞ്ഞതും അവളൊന്ന് മൂളി. അതിൻ്റെ ഫയലൊക്കെ എവിടെയാ നന്ദേട്ട? ഓഫീസിലാണോ? അല്ല, ഇവിടെ. അവൻ അത് പറഞ്ഞതും അവർ 2 പേരും ഒരുപോലെ ഒന്ന് ഞെട്ടി. ഇവിടെയോ? അവൾ അത് ചോദിച്ചപ്പോഴാണ് അവൻ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചത്. എല്ലാം ഫൈനലൈസ് ചെയ്തു കഴിഞ്ഞ ശേഷം താനാണ് ആ ഫയലും കൊണ്ട് പുറത്തിറങ്ങിയത്. ക്യാബിൻ തുറന്ന് പുറത്തേക്കിറങ്ങിയതും കണ്ടു അതിനു മുന്നിലൂടെ നടന്നു പോകുന്ന അരവിന്ദിനെ. വേഗത്തിൽ റെസ്റ്റ് റൂമിലേക്ക് പോകുന്ന അരവിന്ദിനെ ഒന്ന് നോക്കിയിരുന്നു. പക്ഷേ അതിൽ പ്രത്യേകിച്ച് സംശയിക്കാവുന്ന തക്കവണ്ണം ഒന്നും തോന്നിയതുമില്ല. പിന്നീട് തറവാട്ടിൽ വന്നു കാർ നിർത്തി കയറുമ്പോൾ ഉമ്മറത്ത് തന്നെ അപ്പച്ചിയും അപർണയും ഉണ്ടായിരുന്നു. അവരെ വലിയ കാര്യമാക്കാതെ താൻ അകത്തേക്ക് കയറി പോരുകയും ചെയ്തു.
പിന്നീട് ആ ഫയൽ താൻ ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. അവൻ വേഗത്തിൽ എഴുന്നേറ്റ് ഡ്രോയർ തുറന്നു ഫയൽ നോക്കി. ബിസിനസ് ഫയൽ വെക്കാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക ഡ്രോയറുണ്ട്. അത് താൻ മാത്രമേ തുറക്കാറുള്ളൂ. എന്നാൽ സ്ഥാനം തെറ്റിയിരിക്കുന്ന ആ ഫയൽ കണ്ട് അവൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. താൻ വെച്ചതുപോലെയല്ല, തല കുത്തനെയാണ് ഇപ്പോൾ ആ ഫയൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിലുള്ള ആരോ ആണ് അയാൾക്ക് ഈ ഫയൽ എടുത്തു കൊടുത്തത്. തിരിച്ചു കൊണ്ടുവന്ന് വെക്കുമ്പോഴുള്ള വെപ്രാളത്തിൽ വെച്ചത് തല തിരിഞ്ഞു പോയതാണ്. നീ ഇത് തുറന്നിരുന്നോ ദേവാ? നന്ദൻ ചോദിച്ചു. ഇല്ല നന്ദേട്ടാ, ഞാനത് തുറന്നിട്ടില്ല. എനിക്കത് തുറക്കേണ്ട ആവശ്യമില്ലല്ലോ, ദേവ പറഞ്ഞു. നീയും ഞാനും അല്ലെങ്കിൽ പിന്നെ വേറെ ആരോ ഇവിടെ കടന്നിട്ടുണ്ട്. ദേ ഈ ഫയൽ കണ്ടോ? ഇത് ഇങ്ങനെയല്ലായിരുന്നു ഞാൻ വെച്ചിരുന്നത്. ഈ വീട്ടിൽ തന്നെയുള്ള ആരോ ഒരാളാണ് നമ്മളെ ചതിക്കാൻ കൂട്ടുനിന്ന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് എടുത്ത ഫയൽ തിരിച്ച് ഇതേപോലെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ആരായിരിക്കും അത്? നന്ദൻ തല പുകഞ്ഞ് ആലോചിച്ചു. എങ്ങനെ ആലോചിക്കുമ്പോഴും സംശയമെത്തുന്നത് രണ്ടു പേരിലേക്കാണ്, അപ്പച്ചിയെയും അപർണയെയും. പക്ഷേ തെളിവുകൾ ഒന്നുമില്ലാതെ ഇത്ര വലിയ കാര്യത്തിൽ അവരെ സംശയിക്കാനും പറ്റുന്നില്ല. ഇത്ര വലിയ ചതി തന്നോടും ഈ കുടുംബത്തോടും അവർ ചെയ്യുമോ? ഇനി പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടാകുമോ? അവൻ ചിന്തിച്ചു. പക്ഷേ അവരല്ലെങ്കിൽ പിന്നെ വേറെ ആര്? അമ്മ, അച്ഛൻ, വല്യമ്മ, വല്യച്ഛൻ, ചെറിയമ്മ, ചെറിയച്ഛൻ, അച്ചു, അപ്പു, പിന്നെ അപ്പച്ചിയും അപർണയും താനും ദേവയുമാണ്. അതുമല്ലാതെ പിന്നെയുള്ളത് അടിച്ചു വാരാനും തുടയ്ക്കാനുമായി വരുന്ന രണ്ടു പേരാണ്. അവർക്കാണെങ്കിൽ ഫയൽ നോക്കിയെടുക്കാനും അത് ഏതാണെന്ന് കണ്ടുപിടിക്കാനുമുള്ള കാര്യപ്രാപ്തി ഒന്നും ഇല്ലതാനും. നന്ദൻ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു പോയി. അവൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു. പനി പിടിച്ച ദേവ തളർച്ചയൊന്നും നോക്കാതെ പതിയെ എഴുന്നേറ്റ് വന്ന് നന്ദന് അരികിലിരുന്നു. ധൈര്യമായിട്ടിരിക്കും നന്ദേട്ടാ, 4 ദിവസം ഇനിയുമില്ലേ? അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. നമുക്ക് ഒരു പണി ചെയ്തു നോക്കാം. ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കുക എന്ന് പറയില്ലേ, അതുപോലെ. ആരാണോ നമ്മളെ ചതിക്കാൻ അയാൾക്ക് കൂട്ടുനിന്നു കൊടുത്തത്, അവരിലൂടെ തന്നെ നമുക്ക് അയാളിലേക്ക് എത്താം. അയാൾ തന്നെ നന്ദേട്ടന് ഈ പ്രൊജക്റ്റ് പിടിച്ചു തരും, അയാൾ അറിയാതെ തന്നെ. നന്ദൻ ദേവയെ ഒന്ന് നോക്കി, പിന്നെ അവൾ പിടിച്ച തൻ്റെ കയ്യിലേക്കും. ധൈര്യമായിരിക്കും നന്ദേട്ടാ, ഞാനല്ലേ പറയുന്നത്, ദേവ പറഞ്ഞു. അവളുടെ വാക്കിലെ ധൈര്യവും പ്രത്യാശയും അവൻ്റെ ഉള്ളിലേക്കും പടർന്നുകൊണ്ടിരുന്നു. ആളിക്കത്തിക്കൊണ്ടിരുന്ന അകതാരിൽ മഞ്ഞു പെയ്തതുപോലെ. ഇപ്പോൾ അവന് ചെറിയ ധൈര്യവും പ്രത്യാശയും സമാധാനവും തോന്നുന്നുണ്ട്. മുന്നിൽ കാണുന്ന ചെറിയൊരു പ്രത്യാശയുടെ വെളിച്ചത്തിൽ സമാധാനം തോന്നുമ്പോൾ നന്ദൻ ദേവയെ ഒന്നുകൂടി മുറുക്കെ ചേർത്തു പിടിച്ചു കിടന്നു. രണ്ടുപേർക്കും പരസ്പരം ഒത്തിരി സ്നേഹം തോന്നിപ്പോയി അപ്പോൾ. ഞാൻ പോയിട്ട് വരാം, സമയത്തിന് മരുന്നും ഭക്ഷണവും കഴിക്കണം. അമ്മേ മരുന്ന് കഴിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അവളെ നോക്കി പറഞ്ഞുകൊണ്ട് നന്ദൻ അമ്മയോട് ചെറിയ കുട്ടികളുടെ കാര്യം പറയുന്നത് പോലെ പറഞ്ഞു. അമ്മ അതിനൊന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. പോയിട്ട് വരാം, റെസ്റ്റ് എടുക്ക് കേട്ടോ, നന്ദൻ പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. നന്ദേട്ടാ സൂക്ഷിക്കണേ, അവൾ പതിയെ പറഞ്ഞു. അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം എടി. അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ, ഓക്കെ. പതിയെ അവൾ കേൾക്കാൻ പാകത്തിൽ മാത്രം അവൻ പറഞ്ഞു. പിന്നെ കാറിൽ കയറിപ്പോയതും അപ്പച്ചി ഒരു പുച്ഛത്തോടെ അവളെ നോക്കിക്കൊണ്ട് മുറിയിലേക്ക് പോയി. പനിയായതുകൊണ്ട് തന്നെ 2 ദിവസത്തെ ലീവിലാണ് ദേവ. അതിനിടയിൽ എല്ലാം ശരിയാക്കണം, അവൾ മനസ്സിൽ കരുതി. അപ്പവും അച്ചവും എല്ലാം പോയിട്ടുണ്ട്. മുറിയിലേക്ക് പോകാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവൾ നേരെ അടുക്കളയിലേക്കാണ് ചെന്നത്. അവൾ സഹായിക്കാമെന്ന് പറഞ്ഞതും 3 അമ്മമാരും കൂടി അവളെ നല്ല വഴക്ക് പറഞ്ഞു കൊടുത്തു. മുറിയിൽ പോയി കിടന്നോ എന്ന് അവർ കുറേ പറഞ്ഞു നോക്കി. അവസാനം അത് നടക്കില്ലെന്ന് കണ്ടപ്പോൾ പണിയൊന്നും ചെയ്യാതെയാണെങ്കിൽ ഇവിടെ ഇരുന്നോ എന്നും പറഞ്ഞ് ഒരു കസേര ഇട്ടുകൊടുത്തു. അവൾ അതിൽ അങ്ങനെ ഇരിക്കുകയാണ്. വലിയ രീതിയിലുള്ള വർത്തമാനമൊന്നുമില്ലെങ്കിലും എന്തൊക്കെയോ ചെറുതായി പറയുന്നുണ്ട്. പനിയുടെ ക്ഷീണം ശരിക്കും മാറിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു സമയം അവർക്കരികിൽ അങ്ങനെ ഇരുന്നതും പിന്നെ അവൾക്ക് വല്ലാത്ത ക്ഷീണം തോന്നി. ഒന്ന് കിടന്നാൽ മതി എന്നായിട്ടുണ്ട് അവൾക്ക്. അവൾ അമ്മമാരോട് പറഞ്ഞു പതിയെ മുറിയിലേക്ക് നടന്നു. മുറിയിലേക്കുള്ള കോണിപ്പടി കയറുമ്പോൾ കണ്ടു ഹാളിലിരുന്ന് തന്നെ പുച്ഛത്തോടെ നോക്കുന്ന അപ്പച്ചിയെയും അപർണയെയും. ഇവർക്കിത് തന്നെയാണോ ദൈവമേ പണി? വെറുതെ ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ആളെ നോക്കി പേടിപ്പിക്കുക. വേറെ ഒരു പണിയുമില്ലേ ഇവർക്ക്? ദേവ ചിന്തിക്കാതിരുന്നില്ല.
അവൾ അവരെ നോക്കാതെ മുറിയിലേക്ക് നടന്നു. അന്ന് ഉച്ചയോടടുത്ത സമയം നന്ദൻ്റെ കാർ ആ മുറ്റത്തേക്ക് പാഞ്ഞു വന്നു നിന്നു. ആ സമയം അപ്പച്ചിയും അപർണയും ഉമ്മറത്തിരിപ്പുണ്ട്. ഡോർ തുറന്ന് ദേഷ്യത്തിൽ ഉമ്മറത്തേക്ക് കയറി വരുന്ന നന്ദനെ കണ്ട് അവർ രണ്ടുപേരും ഒന്ന് ഞെട്ടി. അവൻ ആരോടും ഒന്നും പറയാതെ മുകളിലേക്ക് പാഞ്ഞു കയറി പോകുന്നത് കണ്ട് അവർ രണ്ടുപേരും എന്താണെന്ന മട്ടിൽ അങ്ങനെ നിന്നുപോയി. മുകളിലത്തെ മുറിയിൽ നിന്നും എന്തൊക്കെയോ ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കാം. അപ്പച്ചിയും അപർണയും കോണിപ്പടിക്ക് താഴെ വന്നു നിന്നു. അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും അമ്മമാരും അവിടേക്ക് വന്നു. എന്താ പ്രശ്നം? മേലെ എന്താ ശബ്ദം കേൾക്കുന്നത്? അമ്മ ചോദിച്ചു. അറിയില്ല, നന്ദൻ വന്നിട്ടുണ്ട്. വന്നതും വാലിൽ തീ പിടിച്ചതുപോലെ മുകളിലേക്ക് കയറി ഒരൊറ്റ പോക്ക്, അപ്പച്ചി പറഞ്ഞു. എന്തു പറ്റിയതാണാവോ എന്നും ചിന്തിച്ചുകൊണ്ട് അമ്മ മുകളിലേക്ക് കയറാൻ പോകുമ്പോഴാണ് മുകളിൽ നിന്നും ദേവയും നന്ദനും താഴേക്ക് വന്നത്. നീ അത് എവിടെയാണ് വെച്ചത് ദേവാ? നീ എന്തിനാണ് അത് ക്ലീൻ ചെയ്യാൻ പോയത്? താഴേക്ക് വരുമ്പോൾ നന്ദൻ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ എല്ലാം കൂടെ കിടക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കാമെന്നേ വിചാരിച്ചുള്ളൂ. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വെപ്രാളത്തോടെ വിരലുകൾ തമ്മിൽ തെരുപിടിപ്പിച്ചുകൊണ്ട് ദേവ പറയുന്നുണ്ട്. അവളുടെ മുഖമാകെ പേടിയും സങ്കടവും കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കരയുമെന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. അത് ആർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നന്ദൻ്റെ മുഖമാണെങ്കിൽ വലിഞ്ഞു മുറുകിയും ഇരിക്കുന്നു. അമ്മമാർ എന്താണ് കാര്യമെന്ന് മനസ്സിലാകാത്തതുപോലെ മുഖത്തോട് മുഖം നോക്കിയപ്പോൾ അപ്പച്ചിയുടെയും അപർണയുടെയും ഉള്ളിൽ ഒരു വെപ്രാളം പടർന്നു തുടങ്ങി. എന്താ മോനെ? എന്താണെങ്കിലും നമുക്ക് സമാധാനമുണ്ടാക്കാം, അമ്മ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ, നീല നിറത്തിൽ ഒരു ഫയൽ കണ്ടിരുന്നോ? അത് ഓഫീസിലെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഫയലായിരുന്നു. അതില്ലെങ്കിൽ ഞാൻ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടത് മൊത്തം വെറുതെയാകും. അത് കാണുന്നില്ല. അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് തലയ്ക്ക് കൈകൊടുത്ത് സോഫയിലേക്കിരുന്നു. പിന്നെ കുറച്ചു കഴിഞ്ഞിട്ട് മുഖമുയർത്തി ദേവയെ ഒന്ന് നോക്കി. ദേവ, നിനക്ക് ഓർമ്മയില്ലേ? നീ ഒന്ന് നന്നായി ഓർത്തു നോക്ക്. നീ അത് എവിടെയാ കൊണ്ടുപോയി വെച്ചതെന്ന്. പ്ലീസ് ദേവ, അവൻ വീണ്ടും പറഞ്ഞു. എനിക്ക് അറിയില്ല നന്ദേട്ട. സത്യമായിട്ടും ഞാനൊന്നും പുറത്തെടുത്ത് വെച്ചിട്ടില്ല. അതിനുള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാകും. ഞാൻ എടുത്തു തരാം, ടെൻഷൻ അടിക്കല്ലേ. ദേവ പതിയെ പറഞ്ഞുകൊണ്ട് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ടെൻഷൻ അടിക്കല്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ദേവ? പോ, ചെന്ന് അത് എവിടെയാണ് വെച്ചത് എന്ന് വെച്ചാൽ തിരഞ്ഞെടുത്തുകൊണ്ടുവാ. അവൻ അവളെ നോക്കി ദയനീയമായി പറഞ്ഞു. പക്ഷേ അപ്പോഴും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിക്കൊണ്ട് തന്നെ ഇരുന്നു. പനി പിടിച്ച് കിടക്കുന്ന കുട്ടിയോടാണോടാ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? നിനക്ക് ഫയലല്ലേ വേണ്ടത്? അത് ഞാൻ എടുത്തു തരാം. പറഞ്ഞുകൊണ്ട് അമ്മ മുകളിലേക്ക് നടന്നു. അമ്മയ്ക്ക് പിന്നാലെ വല്യമ്മയും ചെറിയമ്മയും. നന്ദേട്ട, വിഷമിക്കല്ലേ, ഞാനത് എടുത്തു തരാം. പറഞ്ഞുകൊണ്ട് അവർക്ക് പിറകെ ദേവയും മുകളിലേക്കുള്ള പടി കയറി. നന്ദൻ ഒന്നും പറഞ്ഞില്ല. അവൻ തലയ്ക്ക് കൈകൊടുത്ത് കണ്ണുകൾ അടച്ച് അങ്ങനെയിരുന്നു. അപ്പച്ചിയും അപർണയും അവനെ തന്നെ നോക്കി അങ്ങനെ നിൽപ്പുണ്ട്. അത് അറിയുന്നതുകൊണ്ട് തന്നെ അവൻ മുഖമുയർത്തി നോക്കാനും പോയില്ല. നേരം ഒരുപാട് കടന്നുപോയി. ഒത്തിരി നേരമായിട്ടും മുകളിലേക്ക് കയറിപ്പോയവർ താഴേക്ക് വന്നില്ല. അവൻ മുകളിലേക്കുള്ള പടി കയറി. അവൻ പോയതിനു പിന്നാലെ തന്നെ അപ്പച്ചിയും അപർണയും മുകളിലേക്കുള്ള പടി കയറി തുടങ്ങി. എന്നാൽ മുഴുവനായി കയറിയതുമില്ല. പകുതി എത്തിയതും അവർ അങ്ങനെ നിന്നു. ഇവിടെ നിന്നാൽ അവർ അകത്ത് സംസാരിക്കുന്നത് എന്താണെന്ന് ചെറിയ രീതിയിൽ കേൾക്കാം. എന്തായി അമ്മേ, കിട്ടിയോ? അവൻ ചോദിച്ചു. എടാ, നീ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ഫയൽ ഇവിടെ ഉണ്ടെങ്കിലല്ലേ കിട്ടൂ. ഞങ്ങൾ ഇവിടെ മൊത്തം തിരഞ്ഞു. ഇനി തിരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എനിക്ക് തോന്നുന്നത് നീ അത് ഓഫീസിൽ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയിട്ടുണ്ടാകുമെന്നാ. മോനൊന്ന് ഓഫീസിൽ ചെന്ന് ശാന്തമായി നോക്ക്. അവിടെ തന്നെ എവിടെയെങ്കിലും കാണും. കിട്ടാതെ പോകില്ല. ചെല്ല്, അമ്മയുടെ നല്ല മോനല്ലേ, ചെല്ല്, അമ്മ പറഞ്ഞു. അവൻ നേരെ താഴേക്കുള്ള പടിയിറങ്ങി. അവൻ താഴേക്ക് വരുന്നത് മനസ്സിലായതും അപ്പച്ചിയും അപർണയും ഒന്നും അറിയാത്തതുപോലെ വേഗത്തിൽ പടിയിറങ്ങി ഹാളിൽ ആദ്യം നിന്നയിടത്ത് തന്നെ പോയി നിന്നു. അവൻ ആരെയും നോക്കാതെ കാറെടുത്തു പോയി. അമ്മ അത് അവിടെ തന്നെ വെച്ചിരുന്നില്ലേ? അപർണ പതിയെ അപ്പച്ചിയോട് ചോദിച്ചു. ഉവ്, വെച്ചതാ. അത് എനിക്ക് ഉറപ്പാ. ചിലപ്പോൾ അവൻ ഓർമ്മയില്ലാതെ ഓഫീസിലേക്ക് കൊണ്ടുപോയി കാണും. മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ദേവയുടെ ശ്രദ്ധ അപ്പച്ചിയിലും അപർണയിലും തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പിറുപിറുക്കുന്നത് ദേവ വ്യക്തമായി കണ്ടിരുന്നു. അവൾക്ക് അവരോട് വല്ലാത്ത വെറുപ്പും ദേഷ്യവും തോന്നി. സ്വന്തം കുടുംബത്തെ തന്നെ ചതിക്കാൻ നോക്കുന്നു.
ഒരു മനുഷ്യൻ്റെ രാപ്പകലില്ലാത്ത അധ്വാനത്തെ നിഷ്കരുണം ചതിക്കുവാൻ ഇവർക്ക് എങ്ങനെ തോന്നുന്നു? അവൾ ചിന്തിച്ചുപോയി. അന്ന് രാത്രി നന്ദൻ വരാൻ ഒരുപാട് താമസിച്ചിരുന്നു. പ്രൊജക്റ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തി ഒന്നുകൂടി എഡിറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു അവനും കൂടെയുള്ളവരും. അവൾ അവനെയും കാത്ത് ഉമ്മറത്ത് വന്നിരിക്കുകയാണ്. പനി ആയതുകൊണ്ട് തന്നെ അമ്മ ഒത്തിരി വട്ടം പറഞ്ഞതാണ് തണുപ്പടിച്ച് ഉമ്മറത്തിരിക്കേണ്ടെന്ന്. പക്ഷേ അവൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവസാനം അമ്മ ഒരു പുതപ്പെടുത്തുകൊണ്ട് വന്ന് അവൾക്ക് പുതയ്ക്കാൻ കൊടുത്തു. അതും പുതച്ചാണ് അവളിപ്പോൾ ഉമ്മറത്തിരിക്കുന്നത്. അവൾക്കടുത്ത് തന്നെ അച്ചുവും ഇരിക്കുന്നുണ്ട്. തൊട്ടടുത്ത തിണ്ണയിൽ ഫോണിൽ കളിച്ചുകൊണ്ട് അപ്പുവും. ഏട്ടത്തി ടെൻഷൻ അടിക്കണ്ട, ആ ഫയൽ ചിലപ്പോൾ ഓഫീസിൽ തന്നെ ഉണ്ടാകും. അച്ചു അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അതൊന്ന് വിളിച്ചു പറഞ്ഞൂടെ അച്ചു? ഇത് ആളെ വെറുതെ തീ തീറ്റിക്കുകയാ. ഇപ്പോൾ തന്നെ എത്ര നേരമായി വരാതെ? നേരം വൈകിയാൽ അതെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? ദേവ പറയുന്നുണ്ട്. പേടിക്കണ്ട ഏട്ടത്തി, ഏട്ടൻ ഇപ്പോൾ വരും. ഏട്ടൻ അത്രയും ടെൻഷനിലായതുകൊണ്ടായിരിക്കില്ലേ? അച്ചു പറഞ്ഞു. അപ്പച്ചിയും അപർണയും ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ വർത്തമാനങ്ങളെല്ലാം വ്യക്തമായി കേൾക്കുന്നുമുണ്ട്. അവരുടെ ചുണ്ടിൽ ഒരു പുച്ഛം നിറഞ്ഞു. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നതുപോലെയായിരുന്നു അവരുടെ മനസ്സിൽ അപ്പോൾ തോന്നിയത്. നന്ദനെ തോൽപ്പിക്കണം, നന്ദന് ഈ പ്രൊജക്റ്റ് കിട്ടരുത് എന്ന് മാത്രമായിരുന്നു ഈ ഫയൽ എടുത്തു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിലൂടെ ദേവയെയും നന്ദനെയും തമ്മിൽ അകറ്റാമെന്ന ഒരു അവസരം കൂടിയാണ് വന്നിരിക്കുന്നതെന്ന് അവർ ഓർത്തു. ദേവ കാരണമാണ് ഈ പ്രൊജക്റ്റ് അവന് നഷ്ടമായതെന്ന് വരുത്തി തീർക്കണം. അങ്ങനെ ദേവയോട് അവന് ദേഷ്യം ഉണ്ടാക്കിയെടുക്കണം. അപ്പച്ചിയും അപർണയും മനസ്സിൽ കണക്കുകൂട്ടി. അവർ ഒരു ഗൂഢമായ പുഞ്ചിരിയോടെ അച്ചുവിനെയും ദേവയെയും നോക്കിയിരുന്നു. കുറച്ചു നേരം കൂടി കഴിഞ്ഞതും നന്ദൻ്റെ കാർ മുറ്റത്ത് വന്നു നിന്നു. കാറിൽ നിന്നിറങ്ങി ഉമ്മറത്തേക്ക് കയറി വരുന്നവനെ കണ്ട് അവൻ വല്ലാതെ തളർന്നിട്ടുണ്ടെന്ന് ദേവയ്ക്ക് തോന്നി. ദേവ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് വേഗം അവനരികിലേക്ക് ചെന്നു. നന്ദേട്ടാ, ഫയൽ കിട്ടിയോ? അവൾ വേഗത്തിൽ ചോദിച്ചു. ഇല്ല, അവൻ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു. അവൾ വേഗം അവൻ്റെ കയ്യിൽ പിടിച്ചു. സോറി നന്ദേട്ടാ, എനിക്കറിയാത്തതുകൊണ്ടാ. ഞാൻ വേറെ എവിടെയും വെച്ചിട്ടില്ല. അവിടെയുള്ള ഫയൽ മാത്രം എടുത്ത് പൊടി തട്ടി അവിടെ തന്നെ വെച്ചു. അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനി ഇവിടെ തിരയാൻ ഒരു സ്ഥലവുമില്ല. ഓഫീസിൽ നന്നായിട്ടൊന്ന് നോക്കിയോ? അവൾ അവനോട് പറയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിട്ടുണ്ട്. മതിയടാ കുട്ടിയെ കരയിപ്പിച്ചത്. അതിന് ഈ നേരം വരെ ഒരു സമാധാനവും കിട്ടിയിട്ടില്ല. നീ എന്താ അതിനെ വിളിച്ചു നോക്കാതിരുന്നത്? ഫയൽ കിട്ടിയാലും ഇല്ലെങ്കിലും അതൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? നേരം വൈകുമെങ്കിൽ അതെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? അമ്മ പറയുന്നുണ്ട്. അപ്പച്ചിയും അപർണയും അവരെ തന്നെ സസൂക്ഷ്മം നോക്കി നിൽക്കുകയാണ്. അവളുടെ കരച്ചിലിൽ നന്ദൻ വീണു പോകുമോ എന്നറിയാൻ വേണ്ടി. അവളുടെ കരച്ചിലിൽ നന്ദൻ മയങ്ങിപ്പോകരുതേ എന്ന് അവർ അതിയായി ആഗ്രഹിച്ചു. നന്ദൻ അമ്മയോട് ഒന്നും പറഞ്ഞില്ല. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ കൈക്കുള്ളിൽ നിന്നും തൻ്റെ കൈ വലിച്ചെടുത്തതും അപ്പച്ചിയുടെയും അപർണയുടെയും മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ചെയ്യണ്ടേ ദേവു? ഇനിയിപ്പോൾ എന്തു ചെയ്യും? അപ്പച്ചി എരിതിയിൽ എണ്ണ ഒഴിക്കാൻ എന്ന പോലെ പറഞ്ഞു. ദേവ അവരെ നോക്കിയതേയില്ല. അവർ നന്ദേട്ടനെ തനിക്കെതിരെ തിരിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. മുൻപിലേക്ക് നടക്കാനൊരുങ്ങിയ അവൻ അപ്പച്ചിയെ ഒന്ന് നോക്കി. പിന്നെ ദേവയെ ഒന്ന് തിരിഞ്ഞു നോക്കി. കണ്ണും നിറച്ച് തലയും കുനിച്ചു നിൽപ്പുണ്ട് ദേവ. അവനൊന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അവൾക്കരികിലേക്ക് തന്നെ വന്നു. മതി, ഇനി കരയണ്ട. ആ ഫയൽ കിട്ടിയില്ലെങ്കിൽ വേണ്ട. നമ്മൾ ആ പ്രൊജക്റ്റ് മാറ്റി ചെയ്തു. ദേ ഇതാണ് പുതിയ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റ് ഇനി കിട്ടിയാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. അതിനെക്കൊണ്ട് ഇനി ഒരു കാര്യവുമില്ല. പക്ഷേ അത് കളഞ്ഞതുപോലെ ഇത് കളയരുത്. ഇത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്ക്. പറഞ്ഞുകൊണ്ട് അവൻ കയ്യിൽ പിടിച്ചിരുന്ന ഫയൽ ദേവയുടെ കയ്യിലേക്ക് കൊടുത്തു. ദേവ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനെ നോക്കി തലയാട്ടി ആ ഫയലും കൊണ്ട് അകത്തേക്ക് നടന്നു. അവരങ്ങ് പോയതും അപ്പച്ചിയും അപർണയും മുഖത്തോട് മുഖം നോക്കി പല്ലു കടിച്ചു. കരിമ്പച്ച നിറത്തിലുള്ള ആ ഫയൽ അപ്പച്ചിയും അപർണയും നന്നായി ശ്രദ്ധിച്ചു വെച്ചിരുന്നു. ദേവയും നന്ദനും പോയി കഴിഞ്ഞതും അപ്പച്ചിയും അപർണയും മുറിയിൽ കയറി വാതിലടച്ചു. ദേവയെയും കൂട്ടി മുറിയിൽ കയറിയതും നന്ദൻ വാതിൽ അകത്തുനിന്നും ലോക്ക് ചെയ്തു. എൻ്റെ ദേവമോൾ നന്നായി തന്നെ അഭിനയിച്ചല്ലോ പറഞ്ഞുകൊണ്ട് അവൻ അവളെ ഇറുക്കെ പുണർന്നു. അവളൊരു ചിരിയോടെ അവൻ്റെ കൈകൾക്കുള്ളിൽ അവനെ തന്നെ നോക്കി നിന്നു.
പക്ഷേ നീ കരയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എവിടുന്നാടി നിനക്ക് ഈ കണ്ണീരൊക്കെ വന്നത്? അവനൊരു കളിയോടെ ചോദിച്ചു. അവനത് തമാശയോടു കൂടിയാണ് അവളോട് ചോദിച്ചതെങ്കിലും അവളൊരു പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അവളുടെ കണ്ണീരുകൊണ്ട് അവൻ്റെ നെഞ്ചിൻ ഭാഗം ഒന്നാകെ നനഞ്ഞു. അവരാ നന്ദേട്ടാ, എനിക്കത് മനസ്സിലായി. നമ്മളിപ്പോൾ ഇത് മനസ്സിലാക്കിയതുകൊണ്ടല്ലേ? ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ഉണ്ടാക്കി കൊണ്ടുവന്ന ഫയലും അവർ അയാൾക്ക് എടുത്തു കൊടുക്കും. അവർ നമ്മളെ ചതിക്കും, ഈ പ്രൊജക്റ്റും ഇല്ലാതെയാക്കും. എത്ര കഷ്ടപ്പെട്ട നന്ദേട്ടൻ ഇതെല്ലാം ചെയ്യുന്നത്. അതെല്ലാം ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി, നന്ദേട്ടനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഇല്ലാതെയാക്കുന്നത് കാണുമ്പോൾ എന്തോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നുമില്ലെങ്കിലും അവരും ഈ വീട്ടിൽ തന്നെയുള്ളതല്ലേ, ഒരേ ചോര തന്നെയല്ലേ. എങ്ങനെ തോന്നുന്നു അവർക്ക് ഇതിന്? ഇതിൻ്റെ പിന്നാലെ ഓടി ഓടി നന്ദേട്ടൻ ആകെ ക്ഷീണിച്ചു. പറയുമ്പോൾ അവൾ വീണ്ടും കരഞ്ഞു പോയിരുന്നു. അയ്യേ, അതിനാണോടി നീ കരഞ്ഞേ? അപ്പോൾ നീ അഭിനയിച്ചതല്ലേ? നീ ശരിക്കും കരഞ്ഞതാണോ? ഞാൻ വിചാരിച്ചു എൻ്റെ മോള് അഭിനയത്തിൽ പുലിയാണെന്ന്. അവൻ അവളെ കളിയാക്കിയതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും അകന്നു മാറി. അങ്ങനെ പോവാതെടോ പറഞ്ഞുകൊണ്ട് അവൻ അവളെ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ വലിച്ചിട്ടു. എന്നിട്ട് കഴുത്തിലും നെറ്റിയിലുമൊക്കെ ഒന്ന് തൊട്ടു നോക്കി. പനി നല്ലോണം കുറഞ്ഞിട്ടില്ല, ചൂട് ഇപ്പോഴുമുണ്ട്, അവൻ പറഞ്ഞു. നന്ദേട്ടാ മാറ്, നന്ദേട്ടനും കൂടി പനി വരും. അവൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞു. സാരില്ല, വരട്ടെ, അവനൊരു കുറുമ്പോടെ തന്നെ പറഞ്ഞു. ഇപ്പോൾ വരണ്ട, ഇപ്പോൾ വന്നാൽ ഈ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ നന്ദേട്ടൻ തളർന്നു പോകും. നമ്മൾ തോറ്റുകൊടുക്കാൻ പാടില്ല. എങ്ങനെയും ഈ പ്രൊജക്റ്റ് നമുക്ക് തിരിച്ചു പിടിക്കണം, അവൾ പറഞ്ഞു. അവൻ അവളെ സ്നേഹത്തോടെയൊന്ന് നോക്കി. പിന്നെ പതിയെ ആ നെറുകിൽ ചുണ്ടു ചേർത്തു. പനിയൊക്കെ കഴിഞ്ഞാൽ നീയും, പ്രൊജക്റ്റൊക്കെ കഴിഞ്ഞാൽ ഞാനും ഫ്രീ ആകും. അപ്പോൾ എൻ്റെ മോള് തടസ്സം പറയരുത്, അവൻ അവളുടെ നെറ്റിയിലെ മുടിയൊക്കെയൊന്ന് ഒതുക്കി വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്തിന്? അവൾ അറിയാതെ ചോദിച്ചു പോയി. അതുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ ഭർത്താവാകാൻ വല്ലാതെ കൊതി തോന്നുന്നുണ്ടെന്ന്. പിന്നെ നീയും പറഞ്ഞില്ലേ എന്നെ ഒന്ന് സ്നേഹിക്കാമോ നന്ദേട്ടാ എന്ന്. ഇപ്പോൾ പനിയുള്ളപ്പോൾ നന്ദേട്ടൻ സ്നേഹിച്ചാൽ എൻ്റെ മോള് താങ്ങില്ല, അതാ. അവനൊരു കളിയോടെ പറഞ്ഞതും അവളുടെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നു തുടുത്തു. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം പൂഴ്ത്തിക്കളഞ്ഞു. ഇന്നാണ് ആ ദിവസം, നന്ദനും ദേവയും കാത്തിരുന്ന ദിവസം. ബിസിനസ് മീറ്റിംഗ് നടക്കുന്നത് ഇന്നാണ്. കുറച്ചു മുൻപ് നന്ദൻ വിളിച്ചപ്പോൾ ദേവയോട് പറഞ്ഞിരുന്നു നമുക്ക് തന്നെ പ്രൊജക്റ്റ് കിട്ടിയെന്ന്. കേട്ടപ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞില്ലേ നന്ദേട്ടാ, നന്ദേട്ടനെ കൊണ്ട് അതിന് പറ്റുമെന്ന്. അവൾ നന്ദനെ അഭിനന്ദിച്ചു. ഞാൻ മാത്രമല്ല ദേവ, എൻ്റെ ഭാര്യ കൂടി ഉണ്ടായതുകൊണ്ടാ എനിക്കിത് കിട്ടിയത്. അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും എൻ്റെ ഭാര്യയ്ക്കുള്ളതാ. അവൾ വേണ്ടെന്ന് പറഞ്ഞാലും ഞാനത് അവൾക്ക് കൊടുക്കും, അവനൊരു കളിയോടെ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചുപോയി. കുറച്ചു മുൻപാണ് ഓഫീസിൽ നിന്നും ഇറങ്ങിയത്. അരവിന്ദിനെതിരെ നിയമപരമായി തന്നെ നേരിടണം, ഓഫീസിൽ നിന്നും പുറത്താക്കണം. അതിന് വേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ചെന്നിട്ട് 2 വർത്തമാനം അപ്പച്ചിയോട് പറയണം. അപ്പച്ചിയും അരവിന്ദും തമ്മിൽ സംസാരിച്ചതിൻ്റെ ഡീറ്റെയിൽസ് നന്ദന് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് അപർണയും അരവിന്ദിനോട് സംസാരിച്ചിട്ടുണ്ട്. അവൻ അവർക്കുള്ളത് അന്നേ ഓങ്ങി വെച്ചതാണ്. ദേവയോട് മായയെക്കുറിച്ച് പറഞ്ഞ് അവളെ വേദനിപ്പിച്ച അന്ന് തന്നെ. പിന്നെ അന്ന് ഓഫീസിലെ ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ അവൻ തൽക്കാലത്തേക്ക് അത് വേണ്ടെന്ന് വെച്ചതായിരുന്നു. എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കാമെന്ന് കരുതി. ഇന്ന് തന്നെ ദേവയെ വേദനിപ്പിച്ചതിൻ്റെയും തന്നെ ചതിച്ചതിൻ്റെയും എല്ലാം കണക്കുകൾ ഒരുമിച്ച് തന്നെ തീർക്കണം. അവൻ ആ ചിന്തയോടു കൂടിയാണ് വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ എല്ലാവരും അവന് പ്രൊജക്റ്റ് കിട്ടിയത് അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പച്ചിയും അപർണയും മാത്രം പുറമേ സന്തോഷം അഭിനയിച്ചു നിൽക്കുകയാണ്. നന്ദന് ഈ പ്രൊജക്റ്റ് കിട്ടിയതിൻ്റെ വിഷമം അവർക്കുള്ളിൽ അപ്പോഴും നല്ലതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ തങ്ങളാണ് നന്ദനെ ഉള്ളിലൂടെ ചതിച്ചതെന്ന കാര്യം നന്ദനും ദേവയും അറിഞ്ഞിട്ടുണ്ടെന്ന വിവരം അവരിപ്പോഴും അറിഞ്ഞിട്ടില്ല. സാധാരണ കിട്ടുന്നത് പോലെ തന്നെയാണ് ഈ പ്രൊജക്റ്റും കിട്ടിയതെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. കാരണം നന്ദൻ എന്തിലെങ്കിലും ഇറങ്ങിയാൽ അത് അവന് തന്നെ കിട്ടാറുണ്ട്. മനക്കൽ തറവാടിൻ്റെ ബിസിനസ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഉയരാൻ ഒരു കാരണം അവൻ്റെ അധ്വാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചതിയെക്കുറിച്ച് നന്ദൻ അറിഞ്ഞിട്ടുണ്ടെന്ന പേടി അവർക്കില്ലായിരുന്നു. അവൻ്റെ കാർ മനക്കൽ തറവാടിൻ്റെ മുറ്റത്ത് വന്നു നിന്നു.
അവൻ കാറിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നേരത്തെ വാങ്ങിവെച്ച വലിയ 2 കവർ സ്വീറ്റ്സ് കൂടി കയ്യിലെടുത്തു. അപ്പോഴേക്കും അച്ചുവും അപ്പുവും ഓടിച്ചെന്ന് അവനെ ഇറുക്കെ പുണർന്നു. കൺഗ്രാറ്റ്സ് ഏട്ടാ, ചിലവ് വേണം ചിലവ്, അച്ചുവും അപ്പുവും ഒരേപോലെ പറഞ്ഞു. അവൻ അച്ചുവിൻ്റെ കയ്യിലേക്ക് ആ 2 കവറും വെച്ചു കൊടുത്തുകൊണ്ട് പതിയെ അവളുടെ തലയിലൊന്ന് കൊട്ടി. പിന്നെ ചിലവ് തരാതെ, ഇത് നമ്മൾ ആഘോഷിക്കും, നന്ദൻ പറഞ്ഞു. നന്ദനെ തന്നെ നോക്കി നിൽക്കുകയാണ് ദേവ. അവൻ വളരെയേറെ സന്തോഷത്തിലാണെന്ന് അവൾക്ക് തോന്നി. നന്ദൻ അച്ചുവിനെയും അപ്പുവിനെയും വിട്ട് ദേവയ്ക്കരികിലേക്ക് ചെന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നെറ്റിയിൽ ഒന്നമർത്തി മുത്തി. എല്ലാവരുടെയും മുൻപിൽ വെച്ച് അങ്ങനെയൊന്ന് അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്തൊരു ചമ്മലും നാണവും ഒക്കെ തോന്നി. ആരെങ്കിലും കണ്ടോ എന്നറിയാനായി അവൾ ചുറ്റുമൊന്ന് നോക്കി. അപ്പുവും അച്ചുവും അവളെ നോക്കി ഇളിച്ചു നിൽക്കുന്നുണ്ട്. അവൾ വേഗം അവരിൽ നിന്നും മുഖം മാറ്റി. എന്നാൽ നന്ദന് യാതൊരു കുലുക്കവുമില്ല. നന്ദൻ ഇപ്പോഴും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. താങ്ക്സ് ഭാര്യയെ, അവൻ അവളുടെ കാതിൽ പതിയെ പറഞ്ഞു. അവൻ്റെ ചുടുശ്വാസം ആ കവിളിലും കാതിലും കഴുത്തിലുമായി അടിച്ചതും അവളൊന്ന് കുളിർന്നു വിറച്ചുപോയി. സന്തോഷമായി മോനെ, അമ്മ പ്രാർത്ഥിക്കായിരുന്നു എൻ്റെ മോന് തന്നെ ഈ പ്രൊജക്റ്റ് കിട്ടണേ എന്ന്. കാരണം എൻ്റെ കുട്ടി അത്രയും കഷ്ടപ്പെട്ടതല്ലേ ഇതിനു വേണ്ടി. ഇതാ പറയുന്നത്, നമ്മൾ ആത്മാർത്ഥമായി കഷ്ടപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടാതെ പോകില്ലെന്ന്. അകത്തുനിന്നും വന്ന അമ്മ പറഞ്ഞതും അവൻ ചെന്ന് അമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കവിളിൽ ഒന്നമർത്തി മുത്തി. ചെറിയമ്മയും വല്യമ്മയും അമ്മയ്ക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്, നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ. അവരെയും ചേർത്ത് പിടിച്ച് അവരുടെ കവിളിലും ചുംബിക്കുവാൻ അവൻ മറന്നിരുന്നില്ല. പ്രസവിച്ചത് ഒരാളാണെങ്കിലും 3 അമ്മമാരുടെ സ്നേഹം അറിഞ്ഞാണ് അവൻ വളർന്നത്. അതുകൊണ്ട് തന്നെ 3 പേരും അവന് അമ്മ തന്നെയാണ്. അവരും അവനെ വേർതിരിച്ചു കണ്ടിരുന്നില്ല. ഇതാപ്പോ നല്ല കഥ. ഭാര്യയ്ക്കും അമ്മമാർക്കും എല്ലാവർക്കും ഉമ്മ കിട്ടി. അപ്പോൾ ഞങ്ങളെന്താ പുകയോ? അച്ചു ചോദിച്ചു. എടി കാന്താരി, നിനക്കെന്താ ഉമ്മ വേണോ? ഇങ്ങ് വന്നേടി, നന്ദൻ അച്ചുവിനെ നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു. അച്ചു ഓടിച്ചെന്ന് നന്ദൻ്റെ നെഞ്ചിൽ തല ചേർത്ത് അവനെ ചുറ്റിപ്പിടിച്ചു. നന്ദൻ അച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറുകിലും സ്നേഹത്തോടെ അമർത്തി ചുംബിച്ചു. അപ്പോൾ ഞാനോ? എനിക്കില്ലേ ഏട്ടാ, പറഞ്ഞുകൊണ്ട് അപ്പുവും നന്ദന് നേരെ ഓടിച്ചെന്നു. ദേ, നിങ്ങളൊക്കെ വളർന്നു വലുതായി കേട്ടോ, കെട്ടിക്കാൻ പ്രായമായി 2 പേർക്കും. നന്ദൻ അപ്പുവിനെയും അച്ചുവിനെയും നോക്കി കളിയായി പറഞ്ഞുകൊണ്ട് അപ്പുവിനെയും കെട്ടിപ്പിടിച്ച് അവൻ്റെ നെറുകിലും സ്നേഹത്തോടെ മുത്തി. എന്താ, കല്യാണപ്രായമായാൽ ഉമ്മ വെക്കാൻ പാടില്ലെന്നുണ്ടോ? പിന്നെന്തിനാ നന്ദേട്ടൻ ഏട്ടത്തിക്ക് ഉമ്മ കൊടുത്തത്? അച്ചു ചോദിച്ചു. ഈ പെണ്ണിന് വന്നു വന്ന് ഉള്ള വെളിവും പോയോ? നന്ദൻ ചിന്തിക്കാതിരുന്നില്ല. എൻ്റെ പൊന്നു കുഞ്ഞെ, നിന്നോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തടി? നന്ദൻ അവൾക്ക് നേരെ കൈ കൂപ്പിക്കൊണ്ട് ചോദിച്ചു. അവൻ പറയുന്നത് കേട്ട് അവിടെ നിന്ന് എല്ലാവരും ചിരിച്ചുപോയി. നന്നായി മോനെ, ഞങ്ങളും പ്രാർത്ഥിക്കുമായിരുന്നു മോന് തന്നെ ആ പ്രൊജക്റ്റ് കിട്ടണേ എന്ന്. അന്ന് ദേവയുടെ കയ്യിൽ നിന്നും ആ ഫയൽ കാണാതെയായപ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. അപ്പച്ചി അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. തകർത്ത് അഭിനയിക്കുന്നുണ്ട് അപ്പച്ചി. നന്ദൻ ദേവയെ ഒന്ന് നോക്കി. ദേവ ഒരു പുഞ്ചിരിയോടെ തന്നെ നിൽക്കുകയാണ്. ആയിക്കോട്ടെ അപ്പച്ചി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ അമ്മേ, ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി വേഗം വരാം. പ്രൊജക്റ്റ് കിട്ടിയ വകയിൽ എല്ലാവർക്കും ചിലവുണ്ട്. മോളെ അച്ചു, തൽക്കാലം ഈ സ്വീറ്റ്സ് എല്ലാവർക്കും കൊടുത്തേ, നന്ദൻ പറഞ്ഞു. അയ്യോ, ഞാനത് മറന്നുപോയി ഏട്ടാ, പറഞ്ഞുകൊണ്ട് അച്ചു വേഗം കവർ തുറന്നു. ലഡുവും ഹൽവയും മൈസൂർ പാക്കും ജിലേബിയും ജാഗിരിയും എല്ലാം ഉണ്ട്. അവൾ അത് ആദ്യം തന്നെ നന്ദന് നേരെ നീട്ടി. നന്ദൻ അതിൽ നിന്നും ഒരു ലഡു എടുത്തു. എല്ലാവരും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൻ ആ ലഡുവിൽ നിന്നും ഒരു കഷ്ണം പൊട്ടിച്ചെടുത്ത് ദേവയെ ഒന്ന് നോക്കി. അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. പിന്നെ ഒരു പുഞ്ചിരിയോടെ നന്ദൻ അത് ആദ്യം അവൻ്റെ അമ്മയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. പിന്നെയും ദേവയെ ഒന്ന് നോക്കി. ഇപ്പോൾ അവളുടെ പുഞ്ചിരിയുടെ മാറ്റ് ഒന്നുകൂടി കൂടിയിട്ടേ ഉള്ളൂ. അമ്മ അതിൽ നിന്നും ലഡുവിൻ്റെ ഒരു കഷ്ണം എടുത്ത് നന്ദൻ്റെ വായിലും വെച്ചു കൊടുത്തു. പിന്നെ നന്ദൻ ഒരു കഷ്ണം കൊടുത്തത് ദേവയ്ക്കാണ്. ദേവ അതിനുശേഷം നന്ദൻ്റെ വായിലും ഒരു നുള്ളു ലഡു വെച്ചു കൊടുത്തു. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലായി. അതിനിടയിൽ അച്ചു എനിക്കത് വേണം, എനിക്ക് ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് തല്ലുകൂടുന്നുണ്ട്. അപ്പു പിന്നെ അവൻ്റെ കുഞ്ഞിപ്പെങ്ങളായതുകൊണ്ട് എല്ലാം സമ്മതിച്ചു കൊടുത്ത് അങ്ങനെ നിന്നു.
അല്ലെങ്കിലും എല്ലായിടത്തും കാണുന്നത് പോലെ അവർ തമ്മിൽ ഇതുവരെ യാതൊരു വഴക്കും ഉണ്ടായിട്ടില്ല. എനിക്ക് വേണം നിനക്ക് വേണം എന്നും പറഞ്ഞ് അപ്പു അച്ചുവിന് വേണ്ടി എല്ലാം വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ. അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അച്ചു എടുത്തു വെക്കുമെങ്കിലും അതിൻ്റെ ആദ്യത്തെ പങ്ക് കൊടുക്കുന്നത് അവളുടെ പ്രിയപ്പെട്ട അപ്പുവേട്ടന് തന്നെയാണ്. ശരി അമ്മേ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി പറഞ്ഞുകൊണ്ട് അവൻ മുറിയിലേക്ക് നടക്കാനൊരുങ്ങി. ഒപ്പം ദേവയെ നോക്കി ഒന്ന് കണ്ണു കാണിച്ചു. ദേവ അവനൊപ്പം മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയതും നന്ദൻ വാതിൽ അകത്തുനിന്നും ലോക്ക് ചെയ്തുകൊണ്ട് ദേവയെ ഇറുക്കെ പുണർന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുവാ ദേവ. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇപ്പോൾ അങ്ങനെയൊന്ന് ഓർക്കാൻ പോലും വയ്യ. അമ്മ പറഞ്ഞിട്ടാ ഞാൻ വീണ്ടും ഒരു വിവാഹത്തിന് സമ്മതിച്ചത്. അന്ന് സമ്മതിക്കാതെ വാശി പിടിച്ചു നിന്നിരുന്നെങ്കിൽ എനിക്ക് നിന്നെ കിട്ടുമായിരുന്നോ? നിന്റെ ഈ സ്നേഹം അറിയുമായിരുന്നോ? നമ്മൾ രണ്ടുപേരും രണ്ടു വഴിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിച്ചു പോയേനെ. അങ്ങനെയൊന്ന് ഓർക്കാൻ പോലും എനിക്ക് പേടി തോന്നുക. കാരണം അത്രയും എനിക്ക് ഇഷ്ടമാണ് നിന്നെ. ഇങ്ങനെ ഹൃദയം നിറഞ്ഞു തുളുമ്പി കവിയുന്ന ഒരു തരം ഇഷ്ടം. പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിയതും അവളും അവനെ ഇറുക്കെ പുണർന്നു. അവൻ പതിയെ അവളുടെ ചുണ്ടുകൾ കവർന്നെടുത്തു. അവൻ്റെ ചുണ്ടും നാവും അനുസരണയില്ലാതെ അവളുടെ മുഖത്തും കഴുത്തിലുമായി പരതി നടന്നപ്പോൾ അവളുടെ ഒരു കൈ അവൻ്റെ തലമുടിയിലും മറുകൈ അവൻ്റെ പുറത്തും അള്ളിപ്പിടിച്ചിരുന്നു. അവളിൽ നിന്നും ഒരു ഏങ്ങൽ പുറത്തു വന്നതും അവൻ അവളിലേക്ക് അമർന്നു. ദേവയുടെ പനി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ജോലിക്ക് പോയി തുടങ്ങിയിട്ടില്ല. ഏതായാലും ഇനി തിങ്കളാഴ്ച മുതൽ ജോലിക്ക് പോകാമെന്നാണ് നന്ദൻ പറഞ്ഞിരിക്കുന്നത്. അവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഹാളിലുണ്ട്. അച്ഛനും ചെറിയച്ഛനും വല്യച്ഛനും ഒക്കെ വന്നിട്ടുണ്ട്. നന്ദനാണ് പ്രൊജക്റ്റ് കിട്ടിയതെന്നറിഞ്ഞ് എല്ലാവർക്കും വളരെ സന്തോഷം തോന്നി. അവൻ നേരത്തെ കൊണ്ടുവന്ന സ്വീറ്റ്സ് ഇപ്പോഴും മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. അവൻ അതിൽ നിന്നും ഒരു ലഡു കൂടി എടുത്ത് കഴിച്ചുകൊണ്ട് കസേരയിലേക്കിരുന്നു. ദേവനന്ദന് അരികിൽ തന്നെ അവൻ്റെ കസേരയിൽ പിടിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ദിവസമാണ്. എനിക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്ന പ്രൊജക്റ്റ് എനിക്ക് തന്നെ തിരിച്ചു കിട്ടി. അതിൻ്റെ സന്തോഷം ഇവിടെ എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. ആ സന്തോഷത്തിൻ്റെ കൂടെ തന്നെ ഈ ഒരു കാര്യം കൂടി പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പറയുകയാ. പറഞ്ഞുകൊണ്ട് അവൻ എല്ലാവരെയും ഒന്ന് നോക്കി. എല്ലാവരുടെയും കണ്ണുകൾ ഒരു നിമിഷം ദേവയിൽ വന്നു നിന്നു. അവൻ പറയുന്നത് കേൾക്കുമ്പോൾ ദേവ പ്രഗ്നൻ്റ് ആണോ എന്നൊരു സംശയം എല്ലാവർക്കും തോന്നാതിരുന്നില്ല. നിങ്ങളെല്ലാവരും അവളെ ഇങ്ങനെ നോക്കണ്ട, അതല്ല കാര്യം. അവനൊരു ചിരിയോടെ പറഞ്ഞതും ദേവ നാണം കൊണ്ട് മുഖം കുനിച്ചു പോയി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പ്രൊജക്റ്റ് കിട്ടിയതിൽ ഇവിടെ എല്ലാവർക്കും സന്തോഷമാണെന്ന്. എന്നാൽ അങ്ങനെയല്ല, അതിലൊരു തിരുത്തുണ്ട്. എല്ലാവർക്കും എന്നല്ല, 2 പേരൊഴിച്ച് ബാക്കി എല്ലാവർക്കും എന്നേ പറയാൻ പറ്റൂ. അവൻ പറഞ്ഞതും എല്ലാവരുടെയും മുഖമൊന്ന് ചുളിഞ്ഞു. ഞാൻ പറയാൻ പോകുന്നത് ഇനി എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പ്രൊജക്റ്റിനു വേണ്ടി ഞാൻ രാവും പകലും ഒരുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കോടികളുടെ പ്രൊജക്റ്റാണിത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഞങ്ങൾ 3 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഈ പ്രൊജക്റ്റ് എങ്ങനെയോ ലീക്കായി. ഞങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് മറ്റൊരു കമ്പനിക്ക് ആരോ ചോർത്തിക്കൊടുത്തു. ആരോ എന്നല്ല, എൻ്റെ ഓഫീസിലെ തന്നെ, ഞാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ എന്ന് കരുതിയ ആൾ തന്നെ, അരവിന്ദ്. അവൻ പറഞ്ഞതും അപ്പച്ചിയും അപർണയും ഒന്ന് ഞെട്ടി. അവൻ വഴി ഞങ്ങളെയും നന്ദൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് അവർ ഒരു നിമിഷം ഭയന്നുപോയി. അരവിന്ദ് ഞങ്ങളുടെ ഡീറ്റെയിൽസ് മൊത്തം മറ്റേ കമ്പനിക്ക് ചോർത്തിക്കൊടുത്തു. പക്ഷേ അരവിന്ദിന് എങ്ങനെ ഈ ഡീറ്റെയിൽസ് കിട്ടി എന്നതായിരുന്നു ഞങ്ങളുടെ സംശയം. കാരണം ഈ പ്രൊജക്റ്റ് ഫൈനലൈസ് ചെയ്തതിനു ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഫയലുമായി ഞാൻ നേരെ വന്നത് ഇങ്ങോട്ടേക്കാണ്. അതിനുശേഷം ഞാൻ ആ ഫയൽ ഓഫീസിലേക്ക് പോലും കൊണ്ടുപോയിട്ടില്ല. എന്നിട്ടും എങ്ങനെ അരവിന്ദ് അത് അറിഞ്ഞു? അതിനെക്കുറിച്ച് അന്വേഷിച്ചു ചെന്നപ്പോൾ അരവിന്ദിനെ സഹായിച്ച 2 പേരെ എനിക്ക് കിട്ടി. അവർ ഈ വീട്ടിലുള്ളവർ തന്നെയാണ്. എന്നെ ചതിച്ച, ഈ കുടുംബത്തെ ചതിച്ച, എൻ്റെ രാപ്പകലില്ലാത്ത അധ്വാനത്തെ നിഷ്കരുണം ചതിക്കാൻ കൂട്ടുനിന്ന 2 പേർ. അവരിപ്പോൾ ഇവിടെ നമുക്കിടയിലുണ്ട്. അവൻ പറഞ്ഞതും എല്ലാവരും ഒന്ന് ഞെട്ടി. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി. എന്നാൽ അപ്പച്ചയും അപർണയും മാത്രം തലയും കുനിച്ചങ്ങനെ നിൽക്കുകയാണ്.
എല്ലാം കൈവിട്ടു പോയെന്ന് അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അത് വേറാരുമല്ല, ഈ നിൽക്കുന്നവർ തന്നെ. അവൻ പറഞ്ഞുകൊണ്ട് അപ്പച്ചിക്കും അപർണയ്ക്കും നേരെ വിരൽ ചൂണ്ടി. അവൻ്റെ ദേഷ്യം പിടിച്ച് വലിഞ്ഞു മുറുകിയ മുഖം കണ്ട് അപ്പച്ചിയും അപർണയും പ്രേതത്തെ കണ്ടതുപോലെ വിളറി വെളുത്തുപോയി. പറ, എന്തിനാ നിങ്ങൾ ഇത് ചെയ്തത്? എനിക്കിതറിയണം. ഇതുമാത്രമല്ല, ഇത് കൈവിട്ടു പോയെന്നറിഞ്ഞപ്പോൾ ഞാൻ തയ്യാറാക്കിയ അടുത്ത പ്രൊജക്റ്റും നിങ്ങൾ അയാൾക്ക് എടുത്തുകൊടുത്തു. ഈ പ്രൊജക്റ്റ് നഷ്ടപ്പെടാതെ എനിക്ക് നോക്കണമായിരുന്നു. അത് എൻ്റെ ലക്ഷ്യമായിരുന്നു. അതിനുവേണ്ടി ഞാനും ദേവയും കൂടി ഒരുക്കിയ ഒരു കളിയായിരുന്നു അന്ന് ഫയൽ കാണാതെ പോയത്. ദേവ എന്നോട് പറഞ്ഞു, കടിച്ച പാമ്പിനെക്കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കണമെന്ന്. അതേ ഞങ്ങളും ചെയ്തുള്ളൂ. ഞങ്ങളെ ചതിച്ച നിങ്ങളിലൂടെ തന്നെ ഞങ്ങൾ അരവിന്ദിലേക്ക് എത്തി. നിങ്ങൾ വീണ്ടും ആ പുതിയ ഫയൽ അരവിന്ദിന് എടുത്തുകൊടുത്തു. അരവിന്ദ് ഞങ്ങളുടെ പ്രൊജക്റ്റാണെന്ന് കരുതി ചോർത്തിക്കൊടുത്തത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു ഫേക്ക് പ്രൊജക്റ്റായിരുന്നു. നന്ദൻ പറഞ്ഞതും ദേവ ഒഴികെ എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. അരവിന്ദിനെതിരെ ഞങ്ങൾ നിയമ നടപടിക്ക് പോകുന്നുണ്ട്. നാളെ രാവിലെ തന്നെ അരവിന്ദിനെ അറസ്റ്റ് ചെയ്യും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അരവിന്ദിനെ സഹായിച്ചവരെ കൂടി അകത്താക്കണമെങ്കിൽ അങ്ങനെയും. അവൻ പറഞ്ഞതും അപ്പച്ചിയും അപർണയും ഞെട്ടിവിറച്ചുപോയി. ഇത് പിടിക്കപ്പെടുമെന്നും ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും ഒന്നും അവർ ചിന്തിച്ചിട്ട് കൂടിയില്ല. തങ്ങൾക്ക് നന്ദനോട് വലിയ താല്പര്യമില്ലെന്ന് ഇതിനോടകം അരവിന്ദ് മനസ്സിലാക്കിയിരുന്നു. അയാളുടെ ഒരു ഫ്രണ്ട് അപർണയുടെ കൂട്ടുകാരിയാണ്. അരവിന്ദ് വന്ന് ആ ഫയൽ എടുത്തു തന്നാൽ നന്ദൻ്റെ ഒരു പ്രൊജക്റ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രമാത്രമേ കരുതിയിട്ടുമുണ്ടായിരുന്നുള്ളൂ. പറ, എന്തിനാ നിങ്ങൾക്ക് എന്നോട് ഇത്ര ദേഷ്യം? അത് എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. അവൻ അപ്പച്ചിക്ക് മുൻപിൽ വന്നു നിന്നു. അവരൊന്നും പറയാതെ അവനെ തന്നെ നോക്കി ഉമിനീരിറക്കിപ്പോയി. കണ്ടോ, ഇവർക്കൊന്നും പറയാനില്ല. അറ്റ്ലീസ്റ്റ് ഞങ്ങളല്ല മോനെ ഇത് ചെയ്തത് എന്ന് വെറുതെയെങ്കിലും കള്ളം പറയാൻ പോലുമുള്ള ധൈര്യം ഇവർക്കുണ്ടോ? ഇല്ല, സാരമില്ല, പോട്ടെ. അപ്പച്ചിക്കും അപർണയ്ക്കും ഒരു തെറ്റ് പറ്റിയതാണെന്ന് കരുതി ഞാൻ അങ്ങ് ക്ഷമിച്ചേക്കാം. നന്ദൻ പറഞ്ഞതും അപ്പച്ചിയുടെയും അപർണയുടെയും മുഖമൊന്ന് അയഞ്ഞു. അവർക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. പക്ഷേ വേറൊരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. അത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അവൻ വീണ്ടും അപ്പച്ചിക്കും അപർണയ്ക്കും നേരെ തിരിഞ്ഞു. എല്ലാവരും വീണ്ടും ഞെട്ടി. ഇനിയും ഉണ്ടോ? ഇവളോട് എന്താ നിങ്ങൾക്ക് ഇത്ര ദേഷ്യം? എൻ്റെ ദേവയോട് നിങ്ങൾക്ക് എന്താ ഇത്ര ദേഷ്യമെന്ന്? നിങ്ങളുടെ മകളെ ഞാൻ കെട്ടാത്തതിലോ? അതാണോ നിങ്ങൾക്ക് ഇത്ര വലിയ ദേഷ്യം? നിങ്ങളന്ന് ഇവളോട് എന്താ പറഞ്ഞത്? ഞാൻ ഇപ്പോഴും മായയെ സ്നേഹിച്ചിരിക്കുകയാണെന്നോ? മായയെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ എന്നോ? ദേവയെ ഒരിക്കലും എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ലെന്നോ? എന്തൊക്കെയാ നിങ്ങൾ ഇവളോട് പറഞ്ഞു കൊടുത്തത്? ഞാനും ഇവളും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചാൽ നിങ്ങൾക്കെന്താ കുഴപ്പം? ചോദിക്കുമ്പോൾ അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു പോയിരുന്നു. എന്നാൽ നേരത്തെയുള്ള വാർത്ത കേട്ട ഞെട്ടലിൽ നിന്നും പുറത്തു വരാത്ത എല്ലാവരും വീണ്ടും ഞെട്ടി. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എങ്ങനെയെങ്കിലും തൻ്റെ മകൻ ഒരു വിവാഹം കഴിച്ച് അവനൊരു കുടുംബജീവിതമാകണമെന്നേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാത്ത അമ്പലങ്ങളോ ചെയ്യാത്ത നേർച്ചകളോ ഇല്ല. എന്നിട്ട് എല്ലാം ഒരു കരയ്ക്കെത്തിച്ച് നന്ദനും ദേവയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്തിന് അവർ ഇങ്ങനെ പറഞ്ഞു? അമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും തോന്നി. അന്ന് ഇവൾക്ക് തലവേദനയാണെന്ന് പറഞ്ഞില്ലേ അമ്മേ? വൈകിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ലാതിരുന്ന ഇവൾക്ക് പെട്ടെന്ന് എങ്ങനെ തലവേദന വന്നു? അതിന് കാരണം ഇവരാ. ഈ അപ്പച്ചിയും മോളും കൂടി ഇവളോട് പോയി പറഞ്ഞു കൊടുത്തിരിക്കുന്നു, ഞാൻ ഇപ്പോഴും മായയെയാണ് സ്നേഹിക്കുന്നതെന്ന്. മായയെ ഞാൻ അത്രത്തോളം സ്നേഹിച്ചതുകൊണ്ട് എനിക്ക് മായയെ ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന്. മായ എന്നെ ചതിച്ചിട്ട് പോയ ദിവസമാണ് ഇന്ന്. അവളെ ഓർത്ത് വേദന തിന്നിരിക്കുകയാണ് ഞാൻ. ദേവയെ ഒരിക്കലും എനിക്കൊരു ഭാര്യയായി കാണാൻ പറ്റില്ല. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുൻപിൽ മാത്രമേ ഇവൾ എനിക്ക് ഭാര്യയുള്ളൂ. അല്ലാതെ ഒരിക്കലും ഞാൻ ഇവളെ സ്നേഹിക്കില്ല. ഇവൾ എനിക്ക് എന്നും ഒരു കൂട്ടുകാരിയായിരിക്കും. എന്തൊക്കെയാ അപ്പച്ചി പറഞ്ഞു കൊടുത്തത്? അതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു നിങ്ങൾക്ക്? നന്ദൻ അപ്പച്ചിയോട് ചോദിക്കുമ്പോൾ മറുപടിയൊന്നുമില്ലാതെ അപ്പച്ചിയും അപർണയും തല കുനിച്ചു നിന്നുപോയി. അന്ന് കരഞ്ഞു കരഞ്ഞ് തലവേദന വന്നിട്ട പിറ്റേന്ന് ഇവൾക്ക് പനി പിടിച്ചു കിടന്നു പോയത്. അറിയാമോ നിങ്ങൾക്കത്? ഞാനൊന്നും അറിയില്ലെന്നാണോ നിങ്ങൾ കരുതിയത്? ഈ ഫയൽ എടുത്തു മറിച്ചു കൊടുത്തിട്ട് അത് കാണാതെ പോയ കുറ്റവും ദേവയുടെ തലയിൽ ഇട്ടിരിക്കുന്നു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെയൊരു അഭിനയവും. എങ്ങനെ തോന്നുന്നു അപ്പച്ചി നിങ്ങൾക്ക് ഇത്ര ചീപ്പായി ചിന്തിക്കാൻ? പിന്നെന്താ പറഞ്ഞത്?
ഇവൾക്ക് എന്നെ ജീവനാണെന്നോ? ഇവൾക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണെന്നോ? ആണോടി, നിനക്കെന്നെ ജീവനായിരുന്നോ? നിനക്കെന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നോ? നന്ദൻ അപർണയോട് ചോദിച്ചു. അവൻ്റെ ആ ചോദ്യത്തിൽ അപർണ ഒന്ന് ഞെട്ടിപ്പോയി. അവൾ അല്ലെന്ന് പേടിയോടെ തലയാട്ടി. അമലുമായിട്ടുള്ള നിന്റെ ബന്ധമൊന്നും എന്നെക്കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്. അവൻ പറഞ്ഞതും അപ്പച്ചി അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി. അവൾ പേടിയോടെ അപ്പച്ചിയിൽ നിന്നും നോട്ടം മാറ്റി. പിന്നെന്തിനാ അങ്ങനെ ദേവയോട് പോയി പറഞ്ഞത്? അവൻ വീണ്ടും ചോദിച്ചു. അപ്പോഴും അവർക്കതിനുള്ള ഉത്തരം പറയാനില്ലായിരുന്നു. ശരി, അതിനുള്ള ഉത്തരവും നിങ്ങൾ പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. എൻ്റെ ഈ സമ്പത്തിനോടും സ്വത്തിനോടുമുള്ള നിങ്ങളുടെ ആർത്തി, അത് പുറത്തൊരാൾക്കും പോയി പോകരുത് എന്നുള്ള നിങ്ങളുടെ ഗൂഢമായ ചിന്ത. അതാണ് നിങ്ങൾ നിങ്ങളുടെ മകളെക്കൊണ്ട് എന്നെ കെട്ടിക്കാൻ നോക്കിയത്. അത് നടക്കില്ലെന്നായപ്പോൾ ഞാൻ വിവാഹം കഴിക്കാതിരിക്കണമെന്നായി. ഒരു പെണ്ണിനെ താലി കെട്ടി കൂടെ കൂട്ടിയപ്പോൾ അതിനെ സ്നേഹിക്കാൻ പാടില്ലെന്നായി. എന്നാൽ കേട്ടോ, എനിക്ക് മായയല്ല ദേവയെയാണ് ഇഷ്ടം. ദേവയാണ് എൻ്റെ ഭാര്യ. മായയ്ക്ക് ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകില്ല. പുറമേ മാത്രമല്ല ഇവൾ എൻ്റെ ഭാര്യ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങൾ ഒന്നു തന്നെയാണ്. ഇനിയെന്നും അങ്ങനെ തന്നെയായിരിക്കുകയും ചെയ്യും. ദേവയെ ചേർത്തു പിടിച്ചുകൊണ്ട് നന്ദൻ പറഞ്ഞതും ദേവ നിറഞ്ഞ കണ്ണുകളോടെ നന്ദനെ തന്നെ നോക്കി നിന്നുപോയി. അത്യധികമായ പ്രണയത്തോടെ, അത്യധികമായ സ്നേഹത്തോടെ. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പച്ചിയും അപർണയും ഇവിടെ നിന്ന് മാറണം. അവർക്ക് പോകാൻ ഇടമില്ലാത്തതൊന്നുമല്ലല്ലോ. അവർ അവരുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. അപ്പച്ചിയെ താലി കെട്ടിയ ഒരു മനുഷ്യനില്ലേ അവിടെ? അയാളുടെ കൂടെ പോയി ജീവിക്കട്ടെ. നിന്നെ ജനിപ്പിച്ച ഒരു അച്ഛനില്ലേ അവിടെ? ആ അച്ഛൻ്റെ കൂടെ പോയി ജീവിക്ക്. ആ സാധു മനുഷ്യനോട് ഇനിയെങ്കിലും അല്പം സ്നേഹവും കരുണയും കാണിക്ക്. അദ്ദേഹത്തിൻ്റെ അമ്മയെയും വീട്ടുകാരെയും സ്വന്തം പോലെ കാണാൻ പഠിക്ക്. അറിഞ്ഞിടത്തോളം അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു പാവം സ്ത്രീയാണ്, ഒരു സാധു സ്ത്രീ. അവരുടെ കൂടെയൊന്നും നിൽക്കാതെ ഇവിടെ വന്നു നിൽക്കുന്നത് ഇവിടുത്തെ സ്വസ്ഥതയും സമാധാനവും തകർക്കാനാണ്, ഈ കുടുംബം തകർക്കാനാണ്. ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല, ഇവർ പറയിപ്പിച്ചതാണ്. അച്ഛാ, ഞാനൊരു കാര്യം പറയാം. അപ്പച്ചിയും അപർണയും ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല. എനിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ദേവയെയും കൊണ്ട് മാറി താമസിച്ചോളാം. കാരണം ഇപ്പോൾ തന്നെ ഈ പ്രൊജക്റ്റ് എത്ര കഷ്ടപ്പെട്ടാണ് തിരിച്ചു പിടിച്ചത് എന്ന് എനിക്കേ അറിയാൻ പറ്റൂ. നാളെ ഇതുപോലെ ഞാൻ കഷ്ടപ്പെടുന്ന ഓരോ പ്രൊജക്റ്റും ഇവർ ഇങ്ങനെ ചെയ്യില്ലെന്ന് ആര് കണ്ടു? എനിക്കൊരു റിസ്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്ക്. അപ്പച്ചിയും അപർണയും വേണോ അതോ ഞാനും ദേവയും വേണോ എന്ന്. എന്നിട്ട് പറഞ്ഞാൽ മതി. വാ ദേവ. പറഞ്ഞുകൊണ്ട് അവൻ ദേവയെയും വിളിച്ച് മുറിയിലേക്ക് നടന്നു. മുകളിലേക്ക് പോകുമ്പോൾ ദേവ തിരിഞ്ഞു തിരിഞ്ഞ് ആ അമ്മമാരെ നോക്കി, അച്ഛന്മാരെ നോക്കി, അപ്പുവിനെയും അച്ചുവിനെയും നോക്കി. അവരെയെല്ലാം അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അവർക്ക് തിരിച്ചവളെയും. അവരെ പിരിഞ്ഞൊരു വീട്, ജീവിതം, ഇതൊന്നും അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതായിരുന്നില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ആ സമയം. രാത്രി അത്താഴം കഴിക്കുന്ന സമയം. അപ്പച്ചിയും അപർണയും ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. രാധയും മോളും നാളെ രാവിലെ തന്നെ ഇവിടുന്ന് പോകും. അല്ലെങ്കിലും അവർ നിൽക്കേണ്ടത് ഇവിടെയല്ലല്ലോ. ഈ വീട്ടിൽ അവർക്ക് അവകാശമില്ലെന്നല്ല. പക്ഷേ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ, ആ ഭർത്താവ് സ്നേഹമുള്ളവനും നിരുപദ്രവകാരിയുമാകുമ്പോൾ ജീവിക്കേണ്ടത് അയാളുടെ കൂടെയാണ്. പോട്ടെ, അതാണ് നല്ലത്. പിന്നെ അവർ ചെയ്തതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് മോനെ. ഇനി ഇതുപോലെ ഒരു അബദ്ധം പറ്റാതെ നമുക്ക് നോക്കാം, അച്ഛൻ നന്ദനോട് പറഞ്ഞു. അവനൊന്ന് പതിയെ മൂളിയതേയുള്ളൂ. ശേഷം അച്ഛൻ ദേവയെ ഒന്ന് നോക്കി. അവൾക്ക് അപ്പച്ചിയും അപർണയും പോകണമെന്നോ പോകാതിരിക്കണമെന്നോ ഇല്ലായിരുന്നു. മോള് കഴിഞ്ഞതൊക്കെ മറന്നേക്ക്. അവർ പറഞ്ഞതൊക്കെ മറന്നേക്ക്. നന്ദൻ മോളെ സ്നേഹിക്കുന്നില്ലേ? ഞങ്ങൾ മോളെ സ്നേഹിക്കുന്നില്ലേ? അതുപോരെ. അവർക്ക് വേണ്ടി അച്ഛൻ മാപ്പ് ചോദിക്കാം മോളോട്. അച്ഛൻ പറഞ്ഞതും അവൾ അച്ഛനെ നോക്കി അരുതെന്ന് തലയാട്ടിക്കൊണ്ട് തടഞ്ഞു. അയ്യോ, ഇങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ. ഞാനതൊക്കെ എപ്പോഴേ മറന്നു. അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും അല്പമൊന്ന് ആശ്വാസമായത്. നന്ദൻ മുറിയിലേക്ക് വരുമ്പോൾ ജനലിനോരം ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് ദേവ. നന്ദൻ പതിയെ അവൾക്ക് അരികിലേക്ക് നടന്നു വന്ന് അവളുടെ അരയിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ചതും ദേവയൊന്ന് ഞെട്ടി അവനെ നോക്കി. ഇനി എന്തിനാ കുഞ്ഞാ സങ്കടം? അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് നിന്നുകൊണ്ട് അവൻ ചോദിച്ചു.
അവൻ്റെ ശ്വാസം അവളുടെ കഴുത്തിൽ വന്നു പതിക്കുന്നുണ്ട്. അവൾ തിരിഞ്ഞു നോക്കാതെ തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. നന്ദേട്ടാ, അവൾ പതിയെ വിളിച്ചു. അവളുടെ കഴുത്തിൽ നിന്ന് മുഖം മാറ്റാതെ തന്നെ അവനൊന്ന് മൂളി. ഒരിക്കലും എന്നെ വിട്ടിട്ട് പോകില്ലല്ലോ? എന്നും എൻ്റെ കൂടെ ഉണ്ടാകുമല്ലോ? അവൾ ചോദിച്ചു. മരിച്ചാലും നിന്നെ വിട്ടിട്ട് പോകില്ല പെണ്ണേ. നന്ദൻ അവളെ തിരിച്ചു നിർത്തി അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. അവൻ്റെ ആ കണ്ണുകളിലെ പ്രണയം ദേവയെ തളച്ചിട്ടു. നന്ദൻ പതിയെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവളുടെ നെറ്റിയിലേക്ക് വീണ മുടിയിഴകൾ ഒതുക്കി വെച്ചുകൊണ്ട് അവൻ അവളുടെ മുഖം ആകെയൊന്ന് നോക്കി. അവൻ്റെ നോട്ടം അവളുടെ അധരത്തിൽ വന്നു നിന്നതും അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. ഞാൻ ഭർത്താവായിക്കോട്ടെ ഭാര്യയെ? അവൻ പതിയെ ചോദിച്ചതും അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് വന്നു പതിച്ചു. അവൾ കണ്ണു തുറന്നില്ല. പതിയെ അവളിൽ നിന്നും ഒരു മൂളൽ അവൻ കേട്ടു. അവനൊരു നേർത്ത ചിരിയോടെ അവളിലേക്ക് ചേർന്നു. അവർ പതിയെ ഒരു ശരീരമായി തീർന്നു. പ്രണയവും വിശ്വാസവും നിറഞ്ഞ ആ രാത്രി അവരുടെ ജീവിതത്തിലെ പുതിയൊരു തുടക്കമായിരുന്നു. പിറ്റേന്ന് അപ്പച്ചിയും അപർണയും നന്ദനും ദേവയും എഴുന്നേറ്റ് വരുന്നതിന് മുൻപേ അവിടെ നിന്നും പോയിരുന്നു. ഇനിയും നന്ദൻ്റെ മുൻപിൽ നിൽക്കാനുള്ള ധൈര്യം അവർക്കില്ലായിരുന്നു. വൈകിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. ചെറിയച്ഛനാണ് കൊണ്ടുവിട്ടത്. അനാഥരെപ്പോലെ പറഞ്ഞയക്കാൻ തോന്നിയില്ല. ദിവസങ്ങൾ വീണ്ടും പതിയെ കടന്നുപോയി. ഒരു ദിവസം നന്ദൻ ഓഫീസിലിരിക്കുമ്പോഴാണ് അമ്മയുടെ കോൾ വന്നത്. നന്ദൻ എടുത്തു നോക്കി. എന്നാൽ അപ്പുറത്തു നിന്നും കേട്ട വാർത്ത അത്ര നല്ലതായിരുന്നില്ല. മോനെ നന്ദ, മായ വന്നിരിക്കുന്നു. അമ്മ പറയുന്നത് കേട്ട് നന്ദൻ ഒന്ന് ഞെട്ടി. ആദ്യത്തെ ഞെട്ടൽ മാറിയതും നന്ദൻ ചോദിച്ചു. അമ്മേ, ദേവ, എൻ്റെ ദേവ എവിടെ?